മുഖ്ലിസീങ്ങളായ കാര്യകർത്തന്മാരെ കൊണ്ട് അനുഗ്രഹീതമായ റായാണ് ഞങ്ങളെ ബടക്കബയിൽ. അല്ലാഹു ഈ ഒരു സൗന്ദര്യവും ഇസ്സത്തും യൗമുൽ ഖിയാമത്തോട് നോവു നിലനിപ്പാട്ടിത്തരട്ടെ. പരിശുദ്ധമായ ദീൻ, അതിന്റെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാണ്ടി തന്നത് അന്നസ്വീഹാണ്ട. എല്ലാവർക്കും നല്ലത് ബാരിക്കിടതും നല്ലത് ചിന്തിക്കിടതും നല്ലത് ആക്കിടതുമാണ് ഈ ദീൻ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം ആ പാരമ്പര്യം ഈ കാലത്തോലു അതിരെ ചന്തത്തിൽ നടത്തിയോണ്ടും ലോകത്തെ മുന്നൊരു കാട്ടിയോണ്ടും വന്നു. അതിലെ ഭാഗമാണ് ഞങ്ങളെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ. ഞങ്ങളെ റായത്തിലുള്ള SSFും SYSും KMJയും സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഉദ്ദേശം എന്തിനുണ്ട് കേട്ടെങ്കിൽ അദ്ദീനു അന്നസ്വീഹ. ഓരോ മനുഷ്യന്മാർക്കും നല്ലത് ചിന്തിക്കുന്നതും നല്ലത് ആഗ്രഹിക്കുന്നതും നല്ലത് ആക്കി കൊടുക്കുന്നതാണ്. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാർക്കും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങും ഇതര മുസ്ലിമീങ്ങ നല്ലത് ആഗ്രഹിക്കുന്നത് ഇസ്ലാമുടെ പ്രധാനപ്പെട്ട നിയമങ്ങളെ കൂട്ടത്തിൽ ഒന്നാണ്. ഏത് ഇബാദത്ത് എടുത്തു നോക്കണമെങ്കിലും ആ ഇബാദത്തിൽ ഓരോ മനുഷ്യവും അല്ലാഹു തആല കൊണം വെക്കലോടുകൂടെ ആ ഇബാദത്തിൽ ഇതര മനുഷ്യന്മാരെയും അല്ലാഹു തആല ലക്ഷ്യം വെക്കണം. പരിശുദ്ധമായ ഇസ്ലാമുടെ ഏറ്റവും വലിയ അമലായ സകാത്ത്, അത് കേവലം ഒരു മനുഷ്യകു മാത്രം സീമിതമായതല്ല. ആ റായത്തിലെ ഏറ്റവും ശോഷിതമായിട്ടുള്ള ഞങ്ങെല്ലാവരും ചെറിയ വർഗമായി കണ്ട് പാവത്തങ്ങും ഫക്കീറുങ്ങും റായത്തുക്ക് ബന്ധപ്പെട്ട മുസാഫിരിങ്ങോ കൊടുക്കാനുണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാണ്ടിത്തണ്ട്. ആ ഇസ്ലാമുടെ ഏറ്റവും പ്രധാനമായ ഇബാദത്ത് നോമ്പ്. ആ നോമ്പുടെ ഉദ്ദേശം പലതായെങ്കിലും ഒരു മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കലോടുകൂടെ, ഒരു മനുഷ്യരുടെ മനസ്സ് ക്ലിയറാക്കലോടുകൂടെ ആ നോമ്പുടെ കൊണ്ട് ഇസ്ലാം ടാർഗറ്റ് വെക്കുന്നത് നിന്റെ കൂടെയുള്ള ഇത്ര പാവപ്പെട്ട മനുഷ്യന്മാരെ സങ്കടവും അങ്ങളെ പട്ടിണിയും അങ്ങളെ താകവും കൂടിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു മനുഷ്യ ഇബാദത്താക്കി ഫിക്സാക്കിയ മുക്കാല് ഭാഗ കാര്യത്തിലും ഇത്തര മനുഷ്യന്മാർക്കാണ് അതിൽ നന്മ ഉദ്ദേശിക്കുന്നത്. പുറത്തുക്ക് പോകുമ്പോൾ, ഒരു കാര്യക്രമത്തുക്ക് പോകുമ്പോൾ അത്തറിടണു ചെന്നിട്ട് ഇസ്ലാം പഠിപ്പാട്ടിത്തേണ്ടത്
ഒരു മനുഷ്യ അത്തറിട്ടിട്ട് ഒരു കാര്യക്രമത്തുകും പള്ളികും നല്ല മജ്‌ലിസുകും പോകുമ്പോൾ ഒന്ന് അവനുകുള്ള ഗുണങ്ങൾ അതിൽ ഇസ്ലാം എടുത്തു ചൊല്ലും. അവൻ്റെ ബുദ്ധി വികസിക്കുകയും അവൻ്റെ ചിന്തകൾ നല്ലാവുകയും കാരണമാണത്. അതിരൊട്ടിയെ നിന്റെ കൂടെയുള്ള ആളുകൾ നിന്റെ തടിയുടെ വേണ്ടാത്ത വാസനം വരാണ്ടിക്കുകയും ഒരു മനുഷ്യ നിന്റെ കൊണ്ട് വെറുപ്പ് ഇല്ലാണ്ടിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം അത്തറിടുക സുന്നത്താക്കിയത്. ഒരു വെള്ളുള്ളിയോ നീരുള്ളിയോ കാരണമില്ലാണ്ട് തിണ്ട് പള്ളിക്ക് പോണ്ടത് ഇസ്ലാം കറാഹത്തിൻ്റെ പടിപ്പാട്ടി തന്നത് അതര വാസന പലർക്കും സഹിക്കുക ആവാത്തത് കൊണ്ടാണ്. മനുഷ്യനായതുകൊണ്ട് തെരുല് പോകുമ്പം പള്ളിക്ക് പോകുമ്പം മുണ്ടനായി പണ്ട് മുണ്ടുമ്പോൾ നിന്റെ വായുടെ വാസന ഇനൊരു മനുഷ്യകു ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് കണ്ടെങ്കിൽ അതും ഇസ്ലാം സഹിച്ചു നിൽക്കില്ല. അതിലെ കറാഹത്തിൻ്റെ പടിപ്പാട്ടി തന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വക്ത് നിസ്കാരത്തും നാണ് മിസ്വാക്ക് ചൊല്ലൊരു കാര്യം ഫർലാക്കിരന്ത. രണ്ട് ഉമ്മത്തക്ക് പ്രയാസമായി പോവു ചൊല്ല പേടിയിൽ മാത്രമാണ് 5 വക്ത് വുളുഉകും 5 വക്ത് ഫർള് നിസ്കാരത്തും മിസ്വാക്ക് ഫർലാക്കാണ്ട് സുന്നത്ത് മാത്രമാക്കി വെച്ചിര്. അവിടെയും ഒരു മനുഷ്യയുടെ തടിയിൽ ഏറ്റവും കൂടുതൽ സ്മെല്ല് കാരണം അവിടെ ബായി അതരെ സുവാസന കാണിസ്ലാം മഹത്വം കൊടുക്കൂടെ. അതിലും ലക്ഷ്യം വെക്കിടത് ഇതര മനുഷ്യന്മാർക്ക് നൊമ്പലാവാണ്ടിക്കുകയും അസഹ്യമാവാണ്ടിക്കുക. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ തെറിലുള്ള കല്ലുങ്ങം മുള്ളുങ്ങം കാട്ടങ്ങം അത് എടുത്തിട്ട് നീക്കി സൈഡിലാക്കണം ചെന്നിട്ട് ഇസ്ലാം പഠിപ്പാട്ടിത്തുണ്ട്. അവിടെയും ഉദ്ദേശം വെക്കിടെ മനുഷ്യന്മാർക്ക് തൊന്തരങ്ങം സങ്കടങ്ങം ഇല്ലാണ്ടിക്കുക. മൊത്തത്തിൽ ചൊല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടി തന്നെ ഓരോ ഇബാദത്തിനെയും ബാക്കിൽ ലക്ഷ്യം വെക്കിടത് ഇതര മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കിടതും ഇതര മുഅ്മിനീങ്ങൾക്കു നല്ലത് ആഗ്രഹിക്കിടതും ചിന്തിക്കിടതുമാണ്. അതുകൊണ്ടാണ് മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെട്ട വലിയങ്ങളിലെ വലിയ വലിയ മഹാൻ ചൊണ്ടു മൻ ഖാല കുല്ല യൗമിൻ 10 മറാത്ത്, ഒരാൾ എല്ലാ നാളും 10 പാട്ട അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മതി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ ഒരാൾ 10 പാട്ട എല്ലാ നാളും നടത്തുന്നുണ്ട് കണ്ടെങ്കിൽ കുതിബ മിനൽ അബ്ദാൽ, ഔലിയാക്കന്മാരിൽ കുറെ ഗ്രേഡുകൾ ഉണ്ട്. ആ ഗ്രേഡുകളെ കൂട്ടത്തിൽ വലിയൊരു ഗ്രേഡാണ് അബ്ദാൽ ചൊല്ല ഗ്രേഡ്. ആ ഗ്രേഡുള്ള ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഈ മനുഷ്യരെ അല്ലാഹു പെടുത്തുക. ഏത് മനുഷ്യാണത്? വെറും എല്ലാ നാളും 10 പാട്ട അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നന്റെ നബിയായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്ത്, ഈ ഉമ്മത്തിനെ ഒന്ന് നീ നന്നാക്കി തരണു അല്ലാഹ്. രണ്ടാമത്തത് അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നന്റെ നബിയായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിലെ സങ്കടങ്ങൾ നീ തീർത്ത് തരണു അല്ലാഹ്. അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുക്ക് നീ വലിയ കാരുണ്യം ചെയ്യണു അല്ലാഹ്. ചൊല്ല അർത്ഥം മണ്ട് ദുആ. എല്ലാ നാളും ഒരാൾ 10 പാട്ട ദ്വാർക്കിടുണ്ട് കണ്ടെങ്കിൽ കുതിബ മിനൽ അബ്ദാൽ, ഔലിയാക്കന്മാരെ ഏറ്റവും വലിയ ഗ്രേഡ് അബ്ദാൽ ചൊല്ല ഗ്രേഡ്. ആ മനുഷ്യകൾ അല്ലാഹു നിശ്ചയിക്കുക. ഈ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാ മുഅ്മിനീങ്ങളെ? നാണ് മാത്രമല്ല നല്ല അവിടത്, നണ്ട ഔത്രങ്ങ മാത്രമല്ല നല്ല അവിടത്, നണ്ട റായത്തങ്ങ മാത്രമല്ല നല്ല അവിടത്, നാനുമായി കോണ്ടാക്ട് ഉള്ള നാനുമായി ബന്ധമുള്ള ആൽമാർ മാത്രമല്ല
ലോകത്ത് ഏതെല്ലാം രാഷ്ട്രങ്ങളുണ്ടാ അവിടെ ഏതെല്ലാം മുഅ്മിനീങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളാറാ എല്ലാ മുഅ്മിനീങ്ങളെയും നൊമ്പലത്തിൽ മനസ്സ് നൊമ്പലപ്പെടണു. എല്ലാ മുഅ്മിനീങ്ങളെ സന്തോഷത്തിലും മനസ്സ് സന്തോഷിക്കണു. ഇങ്ങനെ ഓരോ മുഅ്മിന്റെയും സന്തോഷവും ദുഃഖവും സങ്കടത്തില് ബാക്കി അവിടെ മനസ്സൊരു മുഅ്മിനായ മനുഷ്യൻ കാട്ടാണ് എങ്കിൽ ഈ ദുആ നടത്തിയ ഓരോ മുഅ്മിനുകും അല്ലാഹു കൊടുക്കുന്ന പദവിയാണ് ഔലിയാക്കന്മാരെ പദവി. അല്ലാഹു കബൂലാക്കട്ടെ. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം അതുക്കാണ് മുഅ്മിനീങ്ങളെ. ഇത് വെറും ചെറിയ റേഞ്ചിൽ നിന്ന് നടക്കുന്ന സംഘടനാ പ്രവർത്തനമാണ്. നിങ്ങൊന്ന് ആലോചനാക്കി നോക്കൂ. സ്വഹാബത്തുകായ സർവ്വ സ്വഹാബത്തും മദീനത്തെ മണ്ണിൽ കാണ്ടില്ലല്ലേ പലരും, മക്കത്തെ മണ്ണിൽ കാണ്ടില്ലല്ലേ പലരും. മദീനത്തെ മണ്ണുക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടിട്ടാ, മക്കത്തെ മണ്ണുക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടിട്ടാ, നബിതങ്ങളെ ഹദീസ് കേൾക്കാത്തത് കൊണ്ടിട്ടാ ഒരിക്കലുമല്ല. ഞങ്ങളാണ്ടിയാറ ഹദീസങ്ങ കേട്ടങ്ങം മനപ്പാടമാക്കിയങ്ങം നബിതങ്ങളെ കൂടെ സഹവസിച്ചങ്ങം ആ മഹാന്മാരായ സ്വഹാബത്താണ്. പക്ഷേ ഒരു സ്വഹാബത്തിലെ ഖബർ സുമാറു ചൊല്ലെങ്കിൽ 1,24,000 സ്വഹാബത്ത് യൗമ അറഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം നടത്തിയ അറഫ പ്രഭാഷണമില്ലേ, അണ്ട് 1,24,000 സ്വഹാബത്ത് ഓഡിയൻസായി നബി തങ്ങളെ മുന്നിലുള്ളാറ്. പക്ഷെ അതിൽ 10,000 സ്വഹാബത്ത് മാത്രമാണ് മദീനത്തെ ഹറമുലുണ്ട് ഖബറുമായി അങ്ങളെ എണ്ണപ്പെടേ. ബാക്കിയുള്ള സ്വഹാബത്ത് എവിടേക്ക് പോയിട്ട് സുബ്ഹാനല്ലാഹ് മദീനത്തെയും മക്കത്തെയും ഹറമുടെ ബലകൊന്തുള്ള സ്വഹാബത്ത് എത്ര റായത്തുകാണ് ദീന്റെ പ്രചരണത്തിന് പോയ. തറവാട് പുട്ടെറിഞ്ഞു പോയാറ്, കുടുംബം വലിച്ചെറിഞ്ഞു പോയാറ്. ഓ മുഅ്മിനീങ്ങളെ, സമ്പത്തുങ്ങ കൈ അതേ അങ്ങ് കണക്ക് വെച്ചില്ല. അങ്ങളെ റായപുട്ര ബേജാറുങ്ങ മനസ്സിൽ വെച്ചില്ല. യമനുക മുആദ് ഇബ്നു ജബൽ എത്തിപ്പെട്ടിട്ട് ഒമാനുക സുബ്ഹാനല്ലാഹ് മാദിൻ ഇബ്നു ഖലൂബ എത്തിപ്പെട്ടിട്ട് കൂഫത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടിട്ട് ചീനത്തുക്ക് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടിട്ട് ഇന്ത്യത്തുകോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടിട്ട് നിങ്ങൾ നോക്കൊരു എന്തൊക്കെ ചൊല്ലണം. മക്കത്തെ മുട്ട ഉള്ള ഒരു റായമല്ലേ ത്വായിഫ്. ആ ത്വായിഫുടെ മണ്ണിലല്ലേ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കിടന്നിട്ടുള്ളേ. ഈ ഹറമുടെ ഏറ്റവും നല്ല ദുനിയാവിലെ ഏറ്റവും നല്ല ജാഗം അറിയപ്പെട്ട ജാഗം, ആ ജാഗങ്ങളെല്ലാം അങ്ങ് വൈവാക്കിയാറ് വിട്ടുപോയാർ. എന്ത് കാണും? നബിതങ്ങൾ ചെന്ന ഒറ്റൊരു പലക്കമാണ് ലഅയ്യഹദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മോനെ മുആദേ, നിന്റെ കൊണ്ട് ഒരാള് നല്ല അവിടെ ഉണ്ട് കണ്ടെങ്കിൽ ദുനിയാവും ദുനിയാവിലുള്ള സകല ഹറമുങ്ങം കിട്ടത് റാണ്ടി ഏറ്റവും വലിയ ഖൈറ് നിക്ക് കിട്ടുകൊണ്ടു. ആ ഖൈറേതാണ് ലിഖാവുല്ലാഹി ഫിൽ ആഖിറ. അല്ലാഹുടെ കാണ്ട ഭാഗ്യമാണ്. സർവ സ്വഹാബത്തും നബിതങ്ങൾ വെച്ച ഏറ്റവും വലിയ ഓപ്ഷൻ സ്വീകരിച്ചാറ്. ആ ഓപ്ഷൻ സ്വീകരിക്കുമ്പോ സമ്പത്ത് ബുടനായി ബന്ധ്, സ്വന്തം കുടുംബങ്ങ ബുടനായി ബന്ധ്, സ്വന്തം റായങ്ങ ബുടനായി ബന്ധ്. ശഅബ് അബീ ത്വാലിബിൽ സ്വഹാബത്ത് നബിതങ്ങളോട് കൂടെ ജീവിച്ചപ്പോ 3 വർഷം മറത്ത പച്ച ഇലങ്ങ തിന്നിട്ട് ബായുടെ ടേസ്റ്റും നഷ്ടപ്പെട്ടിട്ട് നാവുങ്ങ ചവറ് പിടിച്ചിട്ട് നിൽക്കുവാനായ 3 വർഷം സ്വഹാബത്ത് വന്നര്. അതേതും സങ്കടമായി സ്വഹാബത്ത് ചൊന്നില്ല, നബിതങ്ങൾ ചൊന്നില്ല, ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ചൊന്നില്ല. മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ സങ്കടങ്ങ സ്വഹാബത്തുടെ സങ്കടത്തമൊന്നൊരു പൊടി തൂളുങ്ങ പോലുമല്ല. ഞങ്ങളെ പ്രവർത്തനങ്ങൾ വന്നുമല്ല. ഞങ്ങൾ ആക്കിക്കൊണ്ടുള്ളത് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്. ഇതുപോലും ഈ ലോകത്തിൽ ഞങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തില്ലാണ്ട് കണ്ടെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ.
പടച്ചറബ് ഞങ്ങൾക്ക് തന്ന നിഅമത്തിനെ അനുഭവിച്ചുകൊണ്ടില്ലേ? ഈ പ്രവർത്തനങ്ങൾ ഇതുക്കുള്ള മീറ്റിംഗും ഓരോ മുസ്ലിമിയുടെ നന്മകുള്ള ഓടാട്ടങ്ങൾ ഞങ്ങളുടെ ഭാഗത്തിൽ ചെറിയ നിലക്ക് പോലും ഉണ്ടായില്ലാണ്ട് കണ്ടെങ്കിൽ പടച്ചറബുടെ മുന്നലും നിന്റെ ആയസ് നീ എന്തൊക്കെ ചെലവാക്കിയാ ചെന്ന് കേൾക്കുമ്പോ മേസ്ത്രി പണിയെടുത്ത് ചെന്നിട്ട് കാര്യമില്ല, പെയിന്റിങ്ങിന്റെ പണിയെടുത്ത് ചെന്നിട്ട് കാര്യമില്ല, വെൽഡിങ്ങിന്റെ പണിയെടുത്ത് ചെന്നിട്ട് കാര്യമില്ല. അത് ദുനിയാവിടെ സെറ്റപ്പ് കെടുത്ത പണിയാണ്. നണ്ട ദീനക ബേനായി എന്തിനാക്കിയുള്ള കൊശണ്ട മുന്നലും ഞങ്ങെല്ലാരും സൈലന്റായി പോണ്ട ഒരു അവസരം വന്നു അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ജീവിതത്തെ 24 ഗണ്ട തന്നവനു റബ്ബാണ്, ആരോഗ്യം തന്നവനു റബ്ബാണ്, നല്ല വറക്ക് തന്നവനു റബ്ബാണ്, കുടിക്കുള്ള ആഹാരവും പാനീയവും തന്നത് റബ്ബാണ്. ഈ റബ്ബുടെ ദീനക്ക് അദ്ദീനു അന്നസീഹ, ഈ ഉമ്മത്തിന് നന്മക്ക് ബേനായിട്ട് ഈ ആരോഗ്യവും ഈ പാനീയവും ഈ ആഹാരവും ഈ നല്ല വിശ്രാന്തിയും എടുത്തിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചേണ്ടി കേൾക്കുമ്പോ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ കയ്യിൽ ഒരു പ്രവർത്തനയും ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ നന്ദി കെട്ട അടിമങ്ങാറുള്ളാറ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. സർവമഹാന്മാരും സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ അങ്ങാക്കിക്കൊണ്ടുന്ന ഏറ്റവും വലിയ അമൽ എന്തിനേണ്ടി കേട്ടെങ്കിൽ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എല്ലാ നാളും തെരുളു നടക്കലുണ്ട്. എന്ത് കാണും? നണ്ടറായത്തിൽ ആരെങ്കിലും പട്ടിണി തച്ചിറാറാ ചെന്ന് നോക്കുകയാണ്, ആരെങ്കിലും ഒരു കെട്ട് ചോറ് കൊടുക്കുള്ള ആള് കിട്ടാറാ ചെന്ന് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അതേ ഒരു നാളിങ്ങനെ കൂഫത്തിൽ നടന്നുകൊണ്ട് പോകുമ്പോ ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുടെ മുന്നലും ചില മനുഷ്യന്മാർ വന്ന് കേട്ടാറ്, ഓ യാ അബ്ദല്ലാഹ് അയ്യുൽ അമലി അഹബ്ബു ഇലൈക്, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും നല്ല ഇഷ്ടമായ പണി ഏതാണ്? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, ഇദ്ഖാലുസ് സുരൂരി അലൽ മുഅ്മിനീൻ, ഒരു മുഅ്മിന്റെ ഖൽബുക സന്തോഷം കടത്തുന്നതില്ലേ, അതുപോലെ ഏറ്റവും ഇഷ്ടമായ ഒരു അമൽ നക്ക് വേറെ ഏതുമില്ല. മഹാന്മാർ തെരഞ്ഞെടുത്ത തെരുവാണത് മുഅ്മിനീങ്ങളെ. ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു നേതാവില്ലേ, എല്ലാ സാദാത്യങ്ങളും അങ്ങളെ എല്ലാരെയും പാരമ്പര്യം പോയി എത്തിപ്പെട്ടൊരു ജാഗമില്ലേ, കർബല യുദ്ധത്തിൽ അവസാനം മരിക്കാണ്ട ബാക്കിയായ ഒരു മഹാനില്ലേ, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അയാളെ മുന്നൊരു ആരെങ്കിലും ബേങ്ങണങ്ങ വന്നാറുണ്ട് കണ്ടെങ്കിൽ ആ ബേങ്ങടങ്ങൾക്ക് വലിയ സ്വാഗതം അയാൾ നടത്തു. എന്നിട്ട് അയാൾ ആ ബേങ്ങട ഉണ്ടെയും മുഖം നോക്കി ചൊല്ലു, വഖാല മർഹബൻ ബിമൻ യഹ്മലു സാദി ഇലൽ ആഖിറ, നണ്ട ലഗേജ് ആഖിറത്ത് കോമ്പൗണ്ട് ആള് വന്നില്ലേ, നണ്ട ലഗേജ് ലോഡ്, അതേ നണ്ട ലഗേജ് കുഞ്ചിൽ വെച്ചോണ്ട് എടുത്തോണ്ട് പോണ്ട ആള് നണ്ട മുട്ട വന്നില്ലേ. ഈ ബേങ്ങട ഉണ്ട മുഖം നോക്കിയിട്ടാണ് മഹാൻ ചൊല്ലെ, നണ്ട ആഖിറത്തുള്ള സ്വത്തല്ലേ ഈ മനുഷ്യൻ എടുത്തോണ്ട് പോയോണ്ടുള്ളേ. ആ ബേങ്ങട ഉണ്ടെ മനസ്സ് സന്തോഷിപ്പിച്ചിട്ട് അവന്റെ ബയറും നിറപ്പിച്ചിട്ട് അവന്റെ കൈയും നൊറോടിയാക്കിട്ട് ആ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യരെ തിരിച്ചു കടത്തിയോണ്ടിന്ത് എന്തൊക്കെ ചൊല്ലണു മുഅ്മിനീങ്ങളെ. ഏത് കീഴ്ടവുണ്ടെയും താത്സാരമായി കാണുക പഠിപ്പാട്ടിയ ദീനല്ല ഞങ്ങളെ പരിശുദ്ധമായ ഇസ്ലാം ദീൻ. അവന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവന്റെ മുഖം നോക്കി ചിരിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിത്തണ്ട്. മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുബ്ഹാനല്ലാഹ്, ഒരു നാള് വലിയൊരു ഫക്കീറന്മാരെ ഗുംപിൻ, ആ ഗുംപിൽപ്പെട്ടൊരു ഫക്കീറ ബാക്കി ഞങ്ങൾ എല്ലാരെയും ഇൻവൈറ്റ് ആക്കിയ നണ്ടൗത്തൊരു ദാവത്തുണ്ട്, എല്ലാവരും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഫക്കീറന്മാരും മുമ്പിൽ ചെല്ലേ. ഫക്കീറന്മാർക്ക് പിന്നെ കൊസി എന്തെങ്കിലും കിട്ടേക്ക് അവിടെ പോണ്ടാറായി. അങ്ങനെ എല്ലാ ഫക്കീറന്മാരും കൂടിയിട്ട്
ഈ വിളിച്ച ഫക്കീറുടെ ഒത്തുക്ക് ഭാരി കൊസിലിങ്ങനെ പോയാൽ സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ ഔത്തുക്ക് പോയിട്ട് ഇങ്ങനെ കുറെ നേരം തെച്ചിട്ട് ബാക്കി എന്തും കിട്ട കാണില്ല. തിന്നക്കും കൊടുത്തിട്ടില്ല, കുടിക്കും കൊടുത്തിട്ടില്ല. ഇതെന്തും വരാത്തത് കാണാത്തപ്പ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫക്കീറെ കേട്ടപ്പോ അയ്യു ഷൈഇൻ മഖ്സൂദുക മിൻ ഇഹ്ദാരിന, ഞങ്ങളെല്ലാരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ എന്ത് തന്നെയും തന്നിട്ടില്ല, ചോറും തന്നിട്ടില്ല, വിശേന്ദ്ര ഇത് എന്ത് കണ്ടോണ്ടില്ല, മനവും വന്നോണ്ടില്ല. ഔത്തുള്ളിൽ മനം വന്ന പിന്നെ തെല്ലെങ്കിൽ സമാധാനാക്കന്തൂല. നെയ്ച്ചോറതാ കോൾഡതാ മനം വന്നില്ലെങ്കിൽ തെല്ലായി സമാധാനമാവും. ഇതെന്തും മനവും വന്നോണ്ടില്ല. അപ്പൊ സുബ്ഹാനല്ലാഹ് വിളിച്ചു കൂട്ടിയ ഫക്കീറ അയാൾ വന്ന് ചൊന്തു, അത് നാനിങ്ങളല്ല വിളിച്ചു കൂട്ടിയല്ലാഹു അലൈനാ ബിബറകതികും. നക്ക് നിങ്ങെല്ലാരും വന്നില്ലേ, നിങ്ങെല്ലാരും നണ്ടൗത്ത് വന്നില്ലേ, നിങ്ങെല്ലാരും വന്നു കൂടിയത് കൊണ്ട് നണ്ടൗത്തിൽ വലിയൊരു ബറക്കത്ത് കിട്ടുകയാണെന്നാണ് ആഗ്രഹിക്കട്ടെ. അല്ലാണ്ട് ചോറ് തറ നണ്ടോട്ട് ചോറ് നക്കി നിങ്ങ തറന്നത്തരെ, തന്നി തറ നണ്ടൊട്ടി കൊട്ട തന്നി നക്കി നിങ്ങ തറന്നത്തരെ. നിങ്ങളെ ബറക്കത്ത് കൊണ്ട് നണ്ടൗത്തിൽ വലിയൊരു ഫത്ഹങ്ങ വരട്ടെ, സന്തോഷങ്ങ വരട്ടെ. അങ്ങനെ സന്തോഷങ്ങ വന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പിന്നെയും ഇതേ ഔത്തിൽ വന്നിട്ട് തിന്നല്ലേ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യരുടെ പലക്കം കേട്ടിട്ട് കൊരാലുമാർ കർസം വന്നു പോയിട്ട് എന്തിനാ നീ പിറാന്തമുണ്ടമാ. ആ കൂട്ടത്തിൽ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാൻ ചൊന്തു, എത്ര നല്ല പലക്കാണി മനുഷ്യൻ ചൊന്നേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല നീയത്താണ് ഈ മനുഷ്യകിന്നേ. ഈ നീയത്ത് കൊണ്ട് ഈ മനുഷ്യക്ക് വലിയ ഫത്ഹ് വന്നു പോവൂ. അങ്ങനെ വന്ന എല്ലാ ഫക്കീറന്മാരും ഔത്തിലിറങ്ങിട്ട് പോയാറ്. ഒന്നും കുടിച്ചില്ല, തിണ്ടില്ല. പക്ഷേ കുറെ സ്വാലിഹീങ്ങ വന്നു പോയ അപായതുകൊണ്ട് അഹ്മദുൽ കബീർ റിഫായ അടക്കമുള്ള വലിയ വലിയ ഔലിയാക്കന്മാർ അതിലുള്ളത് കൊണ്ടിട്ടു ആ ഔത്തുക വലിയ ബറക്കത്ത് പിന്നീട് കാലത്ത് വന്നു പോയിട്ട് എല്ലാം ഞങ്ങളെ നീയത്ര മേലിലാണ്. എല്ലാവർക്കും നല്ലത് ബാരിക്കുമ്പോ നമുക്കറിയാണ്ടമേ പടച്ചറപ്പ് പലതും നല്ലത് ഇങ്ങനെ ഓതണ്ട. സുബ്ഹാനല്ലാഹ്, എവിടുത്തോലും നീയത്ത് നല്ലാക്കട വിഷയം മഹാന്മാർ പടിപ്പാട്ടി തന്നാറ്. നിന്റെ പുതിയ ഔത്തുക ഒരു കണ്ടി വെച്ച് കൊടുക്കുമ്പോ, ഒരു വിൻഡോ വെച്ച് കൊടുക്കുമ്പോ നിന്റെ മനസ്സിൽ ബലനായ നീയത്ത് ചന്തമല്ല. നണ്ടൗത്തിലെ ആ വിൻഡോടെ കണ്ടിങ്ങ നല്ല സ്റ്റീൽ റോഡുകളെ കണ്ടിങ്ങാണ്. ആ ചന്തം കാട്ടുകല്ല. ഈ വിൻഡോ വെച്ചത് കൊണ്ടിട്ട് ഇതിൽ പണ്ടേ കാത്തുങ്ങയില്ലേ. ഇത് ആരോഗ്യം തണ്ട കാത്തുങ്ങായി തീരട്ട്. ആരോഗ്യം കിട്ടിയെങ്കിൽ നല്ല നിലക്ക് ഇബാദത്ത് മരിക്കട തോലെടുക്കല്ലേ. ചൊള്ള നീയത്തിലാ നീ വിൻഡോ വെച്ച് കൊടുക്കൂടെ. പിന്നെയും മഹാന്മാരൈക്ക് കൂട്ടിക്കൊടുത്തില്ലേ. ഓരോ വിണ്ടകം ബായിലിങ്ങം നീ നൗത്തുക വെച്ച് കൊടുക്കുമ്പോ നിന്റെ മനസ്സിലുള്ള നീയത്തില്ലേ മുഅ്മിനേ, ആ നീയത്ത് നീ നല്ലാക്കണോടെ. ആ ഡോറുങ്ങ വെക്കുമ്പോ വിണ്ടോങ്ങ വെക്കുമ്പോ നിന്റെ മനസ്സിലുള്ള നീയത്ത് എന്താവട്ട്. നിന്റെ റായത്തിലുള്ള പള്ളിയുടെ മീനാരത്തിൽ മുളകിട ബാങ്കങ്ങയില്ലേ, ആ ബാങ്കങ്ങ ഈ ജനലിലൂടെ കേക്കുക സാധിക്കട്ടെ. ഈ ഡോറിലൂടെ കേക്കുക അല്ലാഹു നക്ക് സാധിപ്പിച്ചു തരട്ടെ. ഈ നീയത്തിലൊരു ഡോറ് വെച്ച് കൊടുക്കുമ്പോ, ഈ നീയത്തിലൊരു വിൻഡോ വെച്ച് കൊടുക്കുമ്പോ അതിക്കിടക്കാലത്തോലത് ഇബാദത്താൻ. ഓരോ പ്രവർത്തനങ്ങളും ഇബാദത്താക്കി എടുക്കുള്ള ചെറിയ ചെറിയ സൂത്രങ്ങളാണിത്. രണ്ട് ഉമ്മമാർ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നീയത്ത് നല്ലാക്കിയെങ്കിൽ നല്ല ഇബാദത്ത് കരസ്ഥമാക്കുള്ള വിഭാഗമാണ് ഉമ്മമാർ. സുബഹി അങ്ങനെ കട്ടൻ ചായ സുബ്ഹാനല്ലാഹ് ഒരു 8:30 ഗണ്ടാവുമ്പോ നാഷ്ടമാക്കി കൊടുത്താറ്. അങ്ങ് റെസ്റ്റില്ല, 1 ഗണ്ടാവുമ്പോ കുടിക്കുകയാക്കി കൊടുത്താറ്. പിന്നെ സുബ്ഹാനല്ലാഹ് ഉച്ചത്തെ ചോറും റെഡിയാക്കിയാറ്. അസറുകുള്ള ചായം റെഡിയാക്കിട അങ്ങമയാണ്. പിന്നെ ഇശാവുള്ള ചോറും റെഡിയാക്കിയാറ്. അതിനിടക്ക് മക്കളെ കുറെ നോക്കണായ കാര്യങ്ങൾ നോക്കിയാറ്. അതിനിടക്ക് ഔത്ര ക്ലീനാക്കിയാറ്. അതിനിടക്ക് സുബ്ഹാനല്ലാഹ് ഔത്തുകുബേനായ സെറ്റപ്പുകളെ ಬಗ್ಗೆ ചിന്തിച്ചാറ്. ഇങ്ങനെ 24 ഗണ്ടയും ഇബാദത്താക്കി തീർക്കുക സാധിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞങ്ങളുടെ ഉമ്മമാരാണത്. അങ്ങൊരു കട്ടൻ ചായ വെച്ച് കൊടുക്കുമ്പോ ഞങ്ങളെ മനസ്സിലൊരു നീയത്ത് നല്ലാക്കിയെങ്കിലാ നണ്ടൗത്തിലുള്ള കുറെ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, പ്രത്യേകിച്ചും നണ്ടൗത്തിലുള്ളത് രണ്ട് മാപ്പുലയാണ്.
നന്റെ അബ്ബയും നന്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ മാമിയും കാക്കയാണ്. എല്ലാവരും ഈമാനുള്ള മനുഷ്യന്മാരാണ്. സുബഹിക്കിങ്ങളെ അതേ അങ്ങളെ പട്ടിണിയായിട്ടുള്ള വയറ് നിറക്കിടച്ചുള്ള നീയത്തില് ചായം വെച്ച് കൊടുക്കുമ്പോ, നാഷ്ടം വെച്ച് കൊടുക്കുമ്പോ ഒരു മുഅ്മിനുടെ പട്ടിണി തീർത്ത കൂലിയാണ് ആ ഉമ്മക്ക് കിട്ടുക പോണ്ടേ. ഒരു മുഅ്മിന്റെ സന്തോഷിപ്പിച്ച കൂലിയാണ് ആ ഉമ്മ കിട്ടുക പോണ്ടേ. ആ നീയത്തിലൊരു പോല ചുടുമ്പോ പോലക്ക് എന്തൊരു ടേസ്റ്റാണ്. ആ നീയത്തിലൊരു കട്ടൻ ചായ വെക്കുമ്പോ കട്ടൻ ചായത്തിന് എന്തൊരു മധുരമാണ്. ആ നീയത്തിൽ ഉച്ചത്തെ ചോറ് വെക്കുമ്പോ ആ ചോറിക്ക് എന്തൊരു ആസ്വാദമാണ്. മുഅ്മിനീങ്ങളെ, രണ്ട് ഉമ്മമാരെ, അതൊരൊട്ടിക ഞങ്ങളെ മക്കളെ വളർത്തുമ്പോ ഈ മോനു നണ്ടൗത്തുരു ഇതുള്ള നക്കൊരു ജണ്ട് മക്കാണ്. ഈ ജണ്ട് മക്കങ്ങം നക്ക് നല്ല യാസീൻ ഓതുര മക്കങ്ങായി പറഞ്ഞു. അതിക്കിങ്ങളെയാണ് നാണ് ബൽത്തിരെ, അതുക്കുള്ള ചോറാണ് നാണ് കൊടുക്കൂടെ. ഈ നീയത്തിലൊരു ഉമ്മ ചോറ് കൊടുക്കുമ്പോ, നാഷ്ടം കൊടുക്കുമ്പോ ആ മക്കങ്ങ ഒരു കാലത്ത് വലിയ ആലിമീങ്ങായി ഞങ്ങളെ ഒന്നൊരു പണ്ടാറ് മരിച്ചു കിടന്നെങ്കിലും ഞങ്ങളെ ആഖിറത്തുള്ള വലിയ സ്വത്തായി ഡെപ്പോസിറ്റായി ആ മക്കണിക്കുവാറ് അങ്ങ എവിടെയെല്ലാം പടിപാട്ടാറാ. അങ്ങ പടിപ്പാട്ടിയ മക്കങ്ങ എവിടെയെല്ലാം പടിപ്പാട്ടാറാ. ആയിരങ്ങ പോയി ലക്ഷങ്ങ പോയി കോടിങ്ങായിട്ട് ഓരോ മനുഷ്യന്മാർ നിങ്ങളെ മക്കളെ കാരണം കൊണ്ട് പഠിക്കുമ്പോ ഇണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളെ റായത്തിൽ മജ്ലിസ് കാണുമാറുണ്ട്. ഐക്ക് നേതൃത്വം ഞങ്ങളെ മജീദ് ഫാദിലി ഉസ്താദ് വഹിച്ചുകൊണ്ടുണ്ട്. അതിനപ്പുറം കൈക്കമ്പത്തിൽ ഞങ്ങളെ മാഷാ അല്ലാഹ് ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ് ഒരു സ്ഥാപനം നടത്തിയോണ്ടുണ്ട്. എത്ര നല്ല സെറ്റപ്പിലാണ് അത് നടത്തരെ. അവിടെ പഠിക്കട മക്കങ്ങ പഠിക്കുമ്പോ ഓരോ ബിസ്മില്ല ഓതുമ്പോ, ഓരോ അൽഹംദുലില്ലാ വായിക്കുമ്പോ അങ്ങളെ മുഖാന്തര എത്ര മുതഅല്ലിമീൻ കൂടെ വളർന്നു വരുമ്പോ ഇണ്ട് ഞങ്ങളുടെ റായത്തെ SSF പ്രസിഡന്റ് അവിടെ മുദർരിസാണ്. അവിടെ പഠിച്ച ആളാണ് ഞങ്ങളെ ഷഫീഖ് ഹിക്കമി ഉസ്താദ്. ഈ മനുഷ്യന്മാരെല്ലാം ഒരു റായത്തിൽ പോയി പ്രവർത്തിക്കുമ്പോ ആ പ്രവർത്തനം കാരണമായി ഇത്ര ആൽമാർ പ്രവർത്തിക്കുമ്പോ ദീനിയായ സംഭ്രമ യൗമുൽ ഖിയാമത്തോല് നടക്കുമ്പോ മജീദ് ഫാദിൽ ഉസ്താദ് അതേ അബ്ബടെ ഖബറുകെത്തിയോണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ അതേ ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദിന്റെ ഉമ്മകും അബ്ബകും അത് എത്തിയോണ്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റിങ് നഷ്ടപ്പെട്ടു പോണ്ടതല്ല, അതൊരിക്കലും ഖായിബായി പോണ്ടതല്ല. ആഖിറത്തിൽ അല്ലാഹുടെ മുന്നിൽ കാണുള്ളതാ. പക്ഷേ യന്ത്രവേനയ്ക്ക് ഏറ്റവും നല്ല നീയത്ത് വേണു. ഓരോ അമലങ്ങളെയും പിന്നാലെ നല്ല നീയത്ത് പറയുമ്പോ, ഓ ഉമ്മമാരെ, നിങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇണ്ട് മഗ്രിബ് നിസ്കരിച്ച, ഇണ്ടൊരു അസർ നിസ്കരിച്ച, ഐക്ക് മുന്നിലുള്ള റവാത്തിബും ഞാൻ നിസ്കരിച്ച, അതേ സുബ്ഹാനല്ലാഹ് നിസ്കാരത്തെ മുന്നിലുള്ള ഉളൂങ്ങനാണ് നിർവഹിച്ച. ഈ ഓരോ ഉളൂങ്ങ ഞാൻ എടുക്കുമ്പോ, ഓരോ നിസ്കാരങ്ങളാണ് നിസ്കരിക്കുമ്പോ ഇതിലെല്ലാത്തെയും ഒരു ഭാഗം 1% പ്രതിഫലം ആരെ ഖബറുക പോയോണ്ടുണ്ട്. ഇലാ ഹദ്റത്തി ഇമാമിന ശാഫിഈ, ശാഫിഈ ഇമാമുടെ ഹദ്റത്തുക പോയോണ്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഓ ഉമ്മമാരെ, ശാഫിഈ ഇമാമുടെ ഹദ്റത്തുക പോകുമ്പോ അതിലെ കൂലിങ് കിട്ടുമ്പോ അതിനപ്പുറം ഒരു ഖബറുണ്ട്. അത് ശാഫിഈ ഇമാമുടെ ഉമ്മയുടെ ഖബറാണ്. മുഅ്മിനീങ്ങളെ, പണ്ട് കാലത്ത് ശാഫിഈ ഇമാമുടെ അബ്ബം നഷ്ടപ്പെട്ടപ്പാ എത്രമാ പ്രയാസപ്പെട്ടിട്ട് ആ ഉമ്മ ശാഫിഈ ഇമാമുടെ ബൽത്തിത്ത്. മാത്രമല്ല ബൽത്തനായതുപോലെ ബൽത്തിത്ത് ഇൽമുകുള്ള പ്രചോദനം ആ ഉമ്മ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയുടെ എല്ലാ നിലക്കുള്ള തർബിയത്തിൽ വളർന്നു വന്ന ഇമാമുന ശാഫിഈ ലോകം കണ്ട ഏറ്റവും വലിയ വലിയായി, ഏറ്റവും വലിയ ഇമാമായി അറിയപ്പെട്ടിട്ട് ഇണ്ട്. ഷാഫിഈ മദ്ഹബ് ഫോലോ ആക്കള ലക്ഷക്കണക്കിലുള്ള ആൽമാർ, കോടിക്കണക്കിലുള്ള മുഅ്മിനീങ്ങ. സുബ്ഹാനല്ലാഹ്, അങ്ങെടുക്കിട ഓരോ അമളുടെയും പ്രതിഫലം ആ ഉമ്മ അറിയാണ്ട് ആ ഉമ്മയുടെ ഖബറ് എത്തിയോണ്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഒരു ഉമ്മയുടെ പ്രയത്നമാണത്. ഒരു ഉമ്മ മനസ്സാക്കിയെങ്കിൽ നാണ് ചൊന്നതുപോലെ ജീവിതത്തെ 24 ഗണ്ടയും ഇബാദത്താക്കി തീർക്കുകൊള്ളേ ഏറ്റവും നല്ലൊരു അവസരം അല്ലാഹു തആല കൊടുത്തൊരു വിഭാഗമാണ് പെൺവിഭാഗം. ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ പെങ്ങന്മാർ, ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാർ ഒന്ന് നിങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ മഹാന്മാരെയും പിന്നാലെ ഒരു ഉമ്മയുടെ പാത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നാലെ ആരെ പാത്രമാണുള്ളേ? ബീവി ഖദീജ.
റളിയല്ലാഹു അൻഹാ നബി തങ്ങൾ വല്ലാത്ത പ്രയാസപ്പെടുമ്പോ എല്ലാ സമ്പത്തും വാരിക്കോരി ചൊരിച്ചു കൊടുത്ത മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവിയുടെ സഹായം കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഈ ദീൻ ഇത്രയും ശക്തിയായി വളരുകയുള്ള കാരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും സ്വഹാബത്രമൊന്നലു പെഞ്ഞായിമാരമൊന്നലു ഖദീജ ബീവിയുടെ വല്ലാത്ത മദ്ഹാക്കുമ്പോ ചില പെഞ്ഞായിമാർ കേട്ടോ ഇന്നാറ് ആ കെൽത്തിയുടെ ഓർമ്മ എന്ത് കാണും നിങ്ങൾ പിന്നെയും ആക്കിടെ. അപ്പോഴെല്ലാം നബി തങ്ങൾ ചൊല്ലലുണ്ട് ഇന്നി റുസിഖ്തു ഹുബ്ബഹാ. നക്ക് ഖദീജട്ടിക്കുള്ള സ്നേഹം ചില്ലറ സ്നേഹമല്ല. ആ സ്നേഹം നിന്റെ കൽബിയുടെ അന്തരാളത്തിൽ പടച്ചറപ്പിട്ട് തന്നതാ. കാരണം ലമ്മാ ഹറമനി ഖൗമുൻ ആനതിനി, നന്റെ എല്ലാരും വെടിഞ്ഞപ്പാ നക്കാരും ഫുഡ് തണ്ടില്ല ചൊന്നപ്പാ തന്നെ പോലും ബാനാക്കിയപ്പാ. പൈ ബാനാക്കിയതല്ല, ഇടീ ഫുഡ് ഗമേ ബാനാക്കി പോയാറ് നബിതങ്ങു മക്കത്തെ മുശ്രിക്കീങ്ങ. ആ ടൈമിൽ നബിതങ്ങളെ കൂടെ നിന്റെ മഹദിയാണ് സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. കുടുംബത്തങ്ങ വിളിച്ചില്ലേ, ഓ ഖദീജ പിന്നെയും ആ മുഹമ്മദിന്റെ കൂടെ നിക്കോന, ഈ ദരിദ്രാവസ്ഥയിൽ നിക്കോന. എത്ര വലിയ തറവാടുള്ള പെണ്ണാണ് നീന്, എത്ര വലിയ സ്വത്തുള്ള ആളാണ് നീന്. നിക്ക് ഞങ്ങളൊട്ടിക്ക് വന്നുകൂടെ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു കോംപ്രമൈസും അവിടെ ഒത്തുകൊടുത്തില്ല. മാപ്പുള്ളട്ടിക്കുള്ള എല്ലാ കഷ്ടത്തുക്കും സുഖത്തുക്കും ഭാഗിയായി നബിതങ്ങളെ കൂടെ അത്രമാത്രം എല്ലാ സങ്കട ടൈമിലും കൂടെ നിന്നൊരു മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ കഴിഞ്ഞ കാല മഹാന്മാരെ പിന്നാലെ ഒരു പെണ്ണുങ്ങളെ പാത്രമുണ്ട്. ആ പെണ്ണുങ്ങളെ പാത്രം ഈ ലോകത്ത് മുഅ്മിനീങ്ങളെ നന്മക്ക് കാരണമായി പോയിട്ട് ഈ ലോകത്തിന്റെ 200 കോടി പ്ലസ് മുസ്ലിമീങ്ങ ഉള്ളാർ. ആ എല്ലാ മുസ്ലിമീങ്ങ ഓരോ ഇബാദത്തും എടുക്കുമ്പോ ഞങ്ങൾ അറിയാണ്ട് അതിനെ ക്രെഡിറ്റ് എടുത്തോണ്ടുള്ള മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഇന്ത്യക്ക് വന്നിട്ട് ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയ മാലിക് ഇബ്നു ദീനാർ ഇന്ത്യ ലോകത്ത് ഇന്ത്യത്തിലുള്ള 25 കോടി മുസ്ലിമീങ്ങ സുജൂദിടുമ്പോ ആ സുജൂദിലെ 1% പോയി എത്തിപ്പെട്ടൊരു ജാഗമുണ്ട്. അത് മാലിക് ഇബ്നു ദീനാറിന്റെ ഖബറാണ്. മുഅ്മിനീങ്ങളെ, ഈ വല്ലാത്ത തൗഫീഖ് സൗഭാഗ്യമില്ലേ, ഇത് എപ്പോഴാണ് കിട്ടേ? സിംഗലായി പ്രവർത്തിച്ചെങ്കിൽ കിട്ടില്ല. ചിലപ്പോ ചില ആൽമാര് ബാരിക്കുവാർ, ഉസ്താദേ മൈലാരെ നാണ് മാത്രം ഖുർആൻ ഓതിയെങ്കിൽ മയ്യല്ലേ, നാന് മാത്രം സദഖ കൊടുത്തെങ്കിൽ മയ്യാവല്ലേ. എന്ത് ഈ സംഘടന ചൊല്ല ചോദ്യം പലരൊട്ടുകയുമുണ്ട്. മുഅ്മിനീങ്ങളെ, സ്വന്തം ഖുർആൻ ഓതിയെങ്കിൽ മയ്യാവുല്ലണ്ടല്ല, സ്വന്തം സദഖ കൊടുത്തെങ്കിൽ മയ്യാവുല്ലണ്ടല്ല. ഒരു സംഘശക്തിയായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ പണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് നബിതങ്ങളെ കൂടെ കൂടിയതുപോലെ, അലി ഇബ്നു അബീ ത്വാലിബ് നബിതങ്ങളെ കൂടെ കൂടിയതുപോലെ, ഹംസത്തുൽ കറാർ നബിതങ്ങളെ കൂടെ കൂടിയതുപോലെ എന്തേ നബിതങ്ങൾ ഓർത്തുകൊന്നെടുത്തു സാധിക്കല്ലന്ത. എല്ലാ നിലക്കും സാധ്യതയും ശക്തിയും നബിതങ്ങുകില്ലന്ത. പക്ഷേ ഫശാവിറുഹും ഫിൽ അംർ നബിയേ, സ്വഹാബത്തിട്ട കൂടി സമാലോചനാക്കുറു നബിയെ. സംഘശക്തിയായി പ്രവർത്തിക്കുറു ചെന്നിട്ട് ഖുർആൻ ഇവിടെ ഒരു ഹുക്മു ചെന്നിട്ടാവുമ്പോ അതിരെ പെരോത്തുൽ സ്വഹാബത്തും നബിതങ്ങൾ നീണ്ടുകൊടുത്തില്ലേ. മുഅ്മിനീങ്ങളെ, എന്തുകാണ് ഈ ലോകത്തിൽ നാണ് മാത്രം അമൽ സമ്പാദിച്ചെങ്കിൽ മയ്യാവല. നക്ക് കുറെ അമലുകൾ കൂട്ടണു മാത്രമല്ല, രണ്ട് കൂടെ കുറെ അമലുകൾ ഉണ്ടാക്കണ ഒരു വലിയൊരു ജനറേഷനോട് ഉണ്ടായി കിട്ടണു. നാണ് കേക്കട്ട, ഈ ബടക്ക ബൈളുടെ SSF ഇതിഹാസം എത്ര, SYS ഇതിഹാസം എത്ര, KMJ ഇതിഹാസം എത്ര, ഏറിപ്പോയെങ്കിൽ 20 years ഇതിഹാസം ഈ ജാഗതീക്കുണ്ടെന്നാണ് ബാരിക്കിടെ. ഒരു 20 വർഷം ഒന്നൊരു ഇവിടെ ഉണ്ടാക്കിയ സംഘടന പ്രവർത്തിച്ച നേതാക്കന്മാരില്ലേ, അങ്ങ് ചിലപ്പോഴുണ്ട് കബർ റെഡിയിലായിട്ടിക്കുവാർ, അല്ലെങ്കിൽ ജീവിച്ചിട്ടിക്കുവാർ. മരണപ്പെട്ടു പോയ ആൽമാർക്ക് നീ സ്വർഗം കൊടുക്കണു അല്ലാ.
ഓ മുഅ്മിനീങ്ങളെ, 20 വർഷം ഒന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകന്മാർ ഖായിബായിട്ടില്ല. ഇന്ത്യ SSFയുടെ ഓഫീസിലും SSFയുടെ ഓരോ യൂണിറ്റിലും ഓരോ പള്ളിയിലും നടക്കുന്ന ദിക്ർ മജ്ലിസിങ്ങയില്ലേ, അൽ മഹദറത്തുൽ ബദ്രിയ്യയുടെ മജ്ലിസിങ്ങയില്ലേ, അങ്ങനെ നടക്കുന്ന ഓതര ഓരോ യാസീനുങ്ങയില്ലേ. ഈ ഓരോ യാസീനുങ്ങും ഓരോ പ്രവർത്തകന്മാർ ടൊപ്പിയിട്ട് നടക്കുമ്പോ, ഓരോ പ്രവർത്തകന്മാർ താടി വെച്ച് നടക്കുമ്പോ, ഈ ഓരോ സുന്നത്രിയും പിന്നാലെ ഒരു കാലത്ത് പ്രവർത്തിച്ച മുഅ്മിനീങ്ങയില്ലേ, മുഅ്മിനാത്തുങ്ങയില്ലേ, അങ്ങയിണ്ടത് ആസ്വദിച്ചോണ്ടുള്ള മുഅ്മിനീങ്ങളെ. ഇസ്ലാം ചൊല്ലതൊരു ചെയിൻ ബിസിനസ്സാണ്. ഇത് എവിടെയും പാരമ്പര്യം മുരിയുടെ ബിസിനസ് അല്ല, ഇത് വല്ലാത്ത ലിങ്കുള്ള ബിസിനസ്സാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും നല്ലത് ബാരിക്കട നല്ലൊരു സ്വഭാവമില്ലേ, ആ സ്വഭാവം പടുത്തുയർത്തുകൊള്ള സംഘടനയാണ് ഞങ്ങളെ സംഘടന. ഇതിന്റെ ഉദ്ദേശമേ പാവപ്പെട്ടങ്ങളെ സഹായിക്കുന്നതാണ്, വല്ലാത്ത നമ്പലം അനുഭവിക്കുന്ന ആൽമാരെ സഹായിക്കുന്നതാണ്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നാണ് ചൊന്നുല്ലേ, വലിയ മഹാൻ മരിച്ചു കിടക്കുമ്പോ ചില ആൽമാർ ജനാസ കുളിപ്പാട്ടിയാർ, കുളിപ്പാട്ടമ്മ മുതുട ഭാഗത്തിലാ യൻദുറൂന ഇലാ ആസാരി സൂദിൻ ഫീ ദഹരിഹി, മുതുട ഭാഗത്തിൽ കറുത്ത കറുത്ത അച്ചിങ്ങ കണ്ടോണ്ടുണ്ടു. ഫഖാലൂ മാ ഹാദാ, ഇത് എന്തരയാണ് സംഭവിച്ചത് മഹാനകി? എല്ലാരും ചൊന്നാർ, കാനൂ യഹ്മിലു ജർബദ് ദഖീഖി ലൈലൻ അലാ ദഹരിഹി യുഅതീഹി ഫുഖറാ അഹ്ലിൽ മദീന. എല്ലാരും ജാവു കിടന്നുറങ്ങുമ്പോ ബെഡ്ഷീറ്റ് പേച്ചിട്ട് കുറുക്കെ വലിച്ചിട്ട് ഉറങ്ങുമ്പോ അവിടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യ ഉണ്ട്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. മഹാൻ ജാവുകു കിടന്നുറങ്ങാണ്ട് ആരാരും കാണാത്ത ജാവുല് പടച്ച റബ്ബു കണ്ട ചൊല്ല നീയത്തില് അയാളെ മുതൽ കുറെ ലോടുങ്ങ ഗോതിങ്ങ ചുമന്നോണ്ട് പോയിട്ട് അരിങ്ങ ചുമന്നോണ്ട് പോയിട്ട് എവിടെ കാണു പോണ്ടേ? മദീനത്തിലുള്ള 80 പണ്ട് ഫക്കീറന്മാരെ ഔത്ത് കാണും മുഅ്മിനീങ്ങളെ. ആ ലോഡ് ചുമന്നതിരെ കറുത്ത കലങ്ങ മറിച്ചിൽ പിന്നെയാണ് അയാളുടെ അനുയായിങ്ങ കണ്ടേ. നല്ല ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളാണ് ഇത്. ഖായിബാവല, ആ കറുത്ത കലങ്ങ ഖായിബാവല. ഞങ്ങളെ കയ്യിൽ ചിലപ്പോൾ സംഘടന പേരുക വേനായിട്ട് നമ്പൽ അനുഭവിച്ച് നമ്പലം കഴിക്കൂ, ഞങ്ങളെ കയ്യിൽ ചിലപ്പോൾ തട്ടുങ്ങ പിടിച്ചിട്ടിക്കൂ, ഞങ്ങളെ കയ്യിൽ ചിലപ്പോൾ ഗായങ്ങായിട്ടിക്കൂ, ഞങ്ങളെ തള്ളിൽ ചിലപ്പോൾ അതിലെ നമ്പലങ്ങ ഇനിയും മായാണ്ടേക്കൂ. ഓ മുഅ്മിനീങ്ങളെ, ഈ തട്ടുങ്ങം കലങ്ങം നമ്പലങ്ങം ആഖിറത്തിൽ അനുഭവിക്കുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിಗೆ പഠിപ്പാടി തന്നില്ലേ? വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അങ്ങ എന്തെല്ലാം ഉട നല്ലേക്ക് ബേനായിട്ട് കാല് വെച്ചിറാറാ, ഏത് നല്ലേക്കെല്ലാം ഓടി നടന്നിറാറാ, അതിന് ഓരോ അച്ചിങ്ങം ഞങ്ങളെ മുന്നിൽ റെക്കോർഡാൻ. പരിശുദ്ധമായ ഖുർആനാണ് ഞങ്ങളൊട്ടിಗೆ പഠിപ്പാടി തണ്ടേ. ഇഖ്ലാസിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തകന്മാരെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഓ നന്റെ ഉമ്മമാരെ, ഞങ്ങളെ മക്കങ്ങ ഞങ്ങളെ വലിയ ജവാബ്ദാരിയാണ്, ഞങ്ങളെ അമാനത്താൻ. സ്വന്തം മക്കങ്ങയില്ലേ മുഅ്മിനീങ്ങളെ? ഈ മക്കളെ ആരാണ് ജാഗ്രതാക്കുണായത്? ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി. ആ മക്കം പരിശുദ്ധമായ ഇസ്ലാമിൽ നിൽക്കണ, അല്ല ബിദ്അത്തിന്റെ പ്രസ്ഥാനത്തേക്ക് സേറണ, മോഡലിന്റെ ബാക്കിൽ പോണ, മോഡർണിന്റെ ബാക്കിൽ പോണ. തീരുമാനം പണ്ടത് അബ്ബുമ്മയുടെ കയ്യിലാണ് മുഅ്മിനീങ്ങളെ. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി. ഓ നന്റെ ഉമ്മമാരെ, അബ്ബമാരെ, ഞങ്ങളെ മക്ക പഠിക്കുന്ന സ്കൂൾ ഏത് ചൊല്ലെ ബോധം ഞങ്ങൾക്ക് വേണോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധം ആ സ്കൂൾ കൊണ്ടാ. അറ്റ്ലീസ്റ്റ് സുന്നത്ത് ജമാഅത്ത് എതിർക്കിടാൽമാർ അതിലുള്ളാറാ. ചൊല്ലെ ബോധം ഞങ്ങളെ മക്കളെ സ്കൂൾ കിടുമ്പോ നമുക്ക് വേണോ? ഓ മുഅ്മിനീങ്ങളെ, ഈ സ്വന്തം ബോധമൊന്നും ഇല്ലാണ്ട്, ദുനിയാവിടെ ഒരു ബോധമില്ലാണ്ട്, മോഡേണും അതേ പല വിഷയങ്ങളും ചൊന്നിട്ടു, ഹയർ എഡ്യൂക്കേഷനും ചൊന്നിട്ടു, നല്ല ക്വാളിഫൈഡ് എഡ്യൂക്കേഷനും ചൊന്നിട്ടു, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ചൊന്നിട്ടു. ഞങ്ങളെ മക്കളെ ഒരുവേള ബിദ്അത്ത് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സ്കൂളുകൾ ഞങ്ങൾ ഇടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൊന്ന് ആലോചന ആക്കണോ?
ഞങ്ങളെ ദുനിയാവിടെ ക്വാളിറ്റി കിട്ടി പോവൂ ചിലപ്പോ, പക്ഷേ ആഖിറത്തെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോവൂ. അല്ലാഹു കാക്കട്ടെ. ഉണ്ട് പലർക്കും ഹയർ എഡ്യൂക്കേഷൻ ആണ് ബേനായെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ബേനായെ. അതിക്ക് ബേനായി ഏത് സ്കൂളുകളും എടുക്കു തയ്യാറാണ്. അവിടെ ഉള്ള മക്കളെ കൾച്ചർ അങ്ങ് നോക്കല, അവിടെ ഉള്ള സുബ്ഹാനല്ലാഹ് മാനേജ്മെന്റിന്റെ വിശ്വാസം അങ്ങ് നോക്കല. ഏതുമില്ലാണ്ട് സേർപ്പാട്ടി വിട്ടാറ്. പിന്നെ സുബ്ഹാനല്ലാഹ് മക്കങ്ങ ഓരോ ബിദ്അത്താശയങ്ങളുമായി ഔത്തുകു വന്നാറ്. ഈ മക്കൾ അബ്ബയുടെയും ഉമ്മയുടെയും എതിരില് ബിദ്അത്തിന്റെ പുസ്തകവുമായി വന്നാറ്. അബ്ബകും ഉമ്മകും സുബ്ഹാനല്ലാഹ് ദീന് പഠിപ്പാട്ടകു നിണ്ടാറ്. ഇതിന്റെ പരിണാമം എവിടെയാണ് അനുഭവിക്കടേ? അവസാനം 7 മക്കൾ 6 മക്കൾ മുബ്തദിയാണ്. അങ്ങനെ കാരണം കൊണ്ട് അബ്ബവും മുബ്തദിയാണ്. അവസാനം മരണമാ, സൂൽ ഖാത്തിമത്താൻ. നഊദു ബില്ലാഹ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ വലിയ വലിയ ചിന്തയില്ലേ ദുനിയാവ് ആക്കട ബദലുക മൻകാന ഹമ്മുഹു ഹമ്മൽ ആഖിറ. ആഖിറം വല്ലാത്ത ചിന്തയാക്കി തീർക്കണോ. ദുനിയാവിടെ ചിന്തങ്ങ വേണ്ടാണ്ട് ചൊല്ലല്ലാണ്. ഭൗതികമായ സെറ്റപ്പ് ദുനിയാവിടെ ചിന്തങ്ങ വേണു. ആ ചിന്തരാട്ടി വലിയ ചിന്ത ആഖിറമായി തീരണു. എവിടെയും ദുനിയാവും ആഖിറം ചൊല്ല പ്രശ്നങ്ങൾ പറയുമ്പോ ആരാരൊട്ടിക്ക് ഫത്വ കേൾക്കുക നിൽക്കണതല്ല. നിന്റെ ഒരു സ്വന്തം തടിയിലൊരു ഫത്വ കേട്ടല്ലോ, നിന്റെ തടിയൊട്ടിക്ക് നീ ഫത്വ കേട്ടല്ലോ. ഇവിടെ ദുനിയാവിടെയും ആഖിറത്തെയും വിഷയമാണ്. 60 വർഷത്തെ ജീവനവും അനന്തമായ വർഷത്തെ ജീവനത്തെയും വിഷയമാണ്. ഉടനാണ് ഏതാണ് സെലക്ട് ആക്കാനായേ. സുബ്ഹാനല്ലാഹ് ഏത് ബുദ്ധിയും അപ്പൊ ചെന്നുപോണ്ട് നാണ് സെലക്ട് ആക്കാനായത് ആഖിറമാണ്. പിന്നെ ആഖിറത്തെ തെരുവാണ് ഞങ്ങൾ ചിന്തിക്കടേ. ആഖിറത്തെ തെരു ചിന്തിച്ചിട്ട് ഒരാൾ പോയാണ്ട് കണ്ടെങ്കിൽ മൻകാന ഹമ്മുഹു ഹമ്മൽ ആഖിറ. ആഖിറം ഒരാളെ പ്രധാന ചിന്തയായി തീണ്ട് കണ്ടെങ്കിൽ കഫല്ലാഹു ഹമ്മദ് ദുനിയ വൽ ആഖിറ. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യരെ ദുനിയാവരെ ടെൻഷനും ആഖിറത്തെ ടെൻഷനും അല്ലാഹു തീർത്തു കൊടുക്കും തൊട്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ഭാഗത്തിൽ നല്ല ചിന്തകം ആഖിറത്തുള്ള ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ചിന്തകമായി തീരണം. അപ്പമേ ഞങ്ങളെ മനസ്സും ഞങ്ങളെ പരിസരങ്ങും ഞങ്ങളെ ഈമാനങ്ങും അത് നല്ല ശക്തിയായിട്ട് ഞങ്ങളെ മുന്നൊരുക്കാണ്ടേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ചൊന്നുകൊണ്ട് വന്ന വിഷയ ഏതൊരു മനുഷ്യവും നല്ലത് ചിന്തിക്കുന്ന ആൽമാറായിട്ട് തീരണം. ഞങ്ങൾ ಅದರ ಬದಲಿಗೆ ഞങ്ങളുടെ ഭാഗത്തിൽ ഒരു മനുഷ്യകു വേണ്ടാത്ത ചിന്തിക്കരുത് ബന്ധിണ്ട് കണ്ടെങ്കിൽ, ഒരു മനുഷ്യയുടെ മനസ്സ് നൊമ്പലാക്കടതും തടി നൊമ്പലാക്കട ചിന്തകം ബന്ധിണ്ട് കണ്ടെങ്കിൽ, ആ ചിന്ത വന്നിട്ട് ഒരു മനുഷ്യയുടെ മനസ്സ് നൊമ്പലാക്കുകയും അവന്റെ തടി നൊമ്പലാക്കുകയും ഞങ്ങൾ പോയാണ്ട് കണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ മുസീബത്തുകൾ ഞങ്ങൾ കാരണമായി പോവാ. മഹാനായ അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഞാൻ ചൊല്ലതിനാണ് കേട്ട, അക്സറു മാ യുൻസഉൽ ഈമാനു മിനൽ അബ്ദി ഇൻദൽ മൗത്ത്. മരിക്കര ടൈം ആവുമ്പോ ഒരു അടിമയുടെ ഈമാൻ ഊറപ്പെട്ട്, ആ ഏറ്റവും കൂടുതൽ ഈമാൻ ഊറപ്പെട്ട കാര്യമേത്? സുബ്ഹാനല്ലാഹ്. കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ തെച്ചിട്ട് ചിന്തിക്കുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഫലം നജിദ് ശൈഅൻ നസ്റഅ നസ്അൽ ലിൽ ഈമാനി മിൻ ദുൽമിൽ ഇബാദ്. ഒരു മനുഷ്യരുടെ ഈമാൻ അതിവേഗമായി നഷ്ടപ്പെട്ടത് എപ്പാണ്ട് കൊണ്ടുണ്ടാ? ഒരു മുഅ്മിനായ മനുഷ്യരുടെ മനസ്സ് നൊമ്പലാക്കുമ്പോഴാണ്, ഒരു മുഅ്മിനായ മനുഷ്യരുടെ തടി നൊമ്പലാക്കുമ്പോഴാണ്. അക്രമമായ ഒരു മനുഷ്യരുടെ മനസ്സ് നൊമ്പലാക്കുക തീറ, ഒരു മനുഷ്യരുടെ തടി നൊമ്പലാക്കുക തീറ. ഞങ്ങളുടെ ഭാഗത്തിൽ അത് കരുതി കൂട്ടി ഉണ്ടായി തീണ്ട് കണ്ടെങ്കിൽ ഉടനെ ആ മനുഷ്യട്ട തൗബ കേട്ട് മടങ്ങണം. അല്ലാഹുട്ട തൗബ കേട്ടിട്ട് പോലും തൗബ കിട്ടാത്ത കാര്യമാണ് അടിമകുള്ള അക്രമങ്ങ, അടിമട്ടികനങ്ങാക്കട നൊമ്പലങ്ങ. എന്തുക ചൊല്ലണം മുഅ്മിനീങ്ങളെ? എല്ലാ ബാലാസമാ ബല്യാസമാനങ്ങ ഉഗരെടുക്കലില്ലേ? ഈ എടുത്ത ഉഗറു സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നില്ലേ?
ഇതിലെ ഒരു ജാഗത്തിൽ പോയി മറമാടണം. അറ്റ്ലീസ്റ്റ് ഞങ്ങളെ വാഷ് ബേസിലെങ്കിലും ഇട്ടിട്ട് അതിനെ ഇല്ലാണ്ടാക്കണം. അതാരെയും കണ്ണുക കാണുക തീറ, ബാഹ്യ പ്രപഞ്ചത്തിൽ അത് കാണുക തീറ. എന്തേ? ചിലപ്പോൾ ഈ ഉഗുറുമാത്ത് ഭൂമിയുടെ മേലുണ്ട് കണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നടക്കിടെ കുറെ എറുമ്പങ്ങ ഉണ്ടു. അവിടെ മേൽ നടക്കിട കുറെ ചെറിയ ചെറിയ ജീവിങ്ങ ഉണ്ട്. ആഹാരം തേടി നടക്കിട ജീവിങ്ങാണത്. നിങ്ങളെ ഉഗുറു ഒരു വേള കിട്ടിപ്പോയി തീണ്ട് കണ്ടെങ്കിൽ ആ എറുമ്പുങ്ങ ആ ഉഗുറു തിണ്ടുപോവും. ഉഗുറുങ്ങ തിണ്ടെങ്കിൽ മനുഷ്യരുടെ തടിയെ ജീർണാക്കുക സാധിക്കാത്ത സാധനമാണത്. പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണത്. ഈ എറുമ്പുങ്ങ ചത്തുപോവൂ. അതുകൊണ്ട് എറുമ്പുങ്ങ തിണ്ടു പോണ്ടത് കൊണ്ടിട്ടും ചെറിയ ചെറിയ മൃഗങ്ങ തിന്നു പോണ്ടകുള്ള സാധ്യത ഉള്ളത് കൊണ്ടിട്ടും നിങ്ങൾ ആരും നിങ്ങളെ ഉഗുറുങ്ങ ബാഹ്യ പ്രപഞ്ചത്തിൽ ബാക്കി വെക്കുക തീറ. അതിറപ്പമേ എടുത്തേണ്ട കണ്ടെങ്കിൽ അതിറപ്പമേ നിങ്ങൾ മറമാടണു. സുന്നത്താണ് ആണിങ്ങും. സുബ്ഹാനല്ലാഹ്, പെണ്ണിങ്ങുക ആണിങ്ങ കാണുള്ള സാധ്യത ഉണ്ട് കണ്ടെങ്കിൽ അങ്ങനെ അതേ മുറിഞ്ഞു പോയ മുടിങ്ങയില്ലേ, അങ്ങ് എടുത്ത ഉഗുറുങ്ങയില്ലേ, അത് മറമാടകു നിർബന്ധമാ. കാരണം പെണ്ണിന്റെ അവയവ അത് അവളുടെ തടിൽ ഇക്കര ടൈമിലും ഇല്ലാത്ത ടൈമിലും നോക്കുന്നത് ഹറാം. അതുകൊണ്ട് ഈ ഉഗുർ എടുത്തെങ്കിൽ അതിന് മറമാടും, പെണ്ണുങ്ങളെ ഉഗുർ. അതേപോലെ മുടിയും അത് മറമാടും, നിർബന്ധമാണ്. അതേ ടൈമിൽ ആണിങ്ങ അതിനെ മറമാടുക സുന്നത്താണ്. കാരണം കുറെ കാരണം കൊണ്ട് അതിൽപ്പെട്ടൊരു കാരണമാണ് ചെറിയ ചെറിയ ജീവികൾ ചിലപ്പോൾ തിണ്ടുപോയെങ്കിൽ വലിയ ഉപദ്രവം ആ ജീവിക വന്നു പോകും. ചിലപ്പോൾ ആ ജീവിക നമുക്കെതിരായി ശവപ്രാർത്ഥന പോലും നടത്തും. അല്ലാഹു കാക്കട്ടെ. ഒരു ചെറിയ എറുമ്പുട പോലും ബുദ്ധിമുട്ടിക്ക് കുത്തീറാ ചെന്നിട്ട് പടിപ്പാട്ടിയെത്തത് ദീനാണ് പരിശുദ്ധമായ ഇസ്ലാമതീ. അതിലെടുക്ക് സാന്ദർഭികമായി ഞങ്ങളെ റായത്തിൽ കാണ്ട സാധാരണ ബീതി നായിങ്ങ, ഇത് കടിക്കാത്ത നായിങ്ങ, കുറക്കിട മാത്രം അത് കടിക്കില്ല. കടിക്കിട നായുടെ മേ കൊല്ലുക നിർബന്ധാണ്ട് ഇസ്ലാം ചെന്ന കൊല്ലറുണ്ട്. അതേ ടൈമിലു കടിക്കാത്ത ഭാര്യ പാവത്തെ നായിങ്ങ, ഈ പാവത്തെ നായിങ്ങു കല്ലെറുതോ. സുബ്ഹാനല്ലാഹ്, ഒരു ജീവിയുടെ അമായകമായി കല്ലെറിഞ്ഞ് നമ്പലാക്കിടതില്ലേ, ഹറാമാണ്. ഒരു ജീവിയുടെ പോലും ഇസ്ലാം നമ്പലാക്കുക നമുക്ക് അനുമതി തന്നിട്ടില്ല. എന്തൊക്കെ ചൊല്ലണം? സാധാരണ കോളിയങ്ക ചൊന്നിട്ട് കോളിലെ പരസ്പരം കാതാട്ടാക്കില്ലേ, ഇസ്ലാം അത് ഹറാമുണ്ടല്ലേ പ്രഖ്യാപിച്ചിരേ. കൂളി ആട്ടങ്ങയില്ലേ പരസ്പരം താട് പാട്ടുறது, അത് ആടുങ്ങാവട്ട് അല്ലെങ്കിൽ മോരിങ്ങാവട്ട് ഏത് ജീവിങ്ങമാവട്ട് പരസ്പരം നൊമ്പലാക്കിടെ പ്രവർത്തനങ്ങളില്ലേ, ഈ പ്രവർത്തനം പച്ച ഹറാം. പിന്നെ ഉണ്ടാ മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് നൊമ്പലാക്കിടത്. പിന്നെ ഉണ്ടാ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ തടി നൊമ്പലാക്കിടത് ഇസ്ലാം കടുത്തതായി എതിർത്തൊരു സംഗതിയാണ്. അബൂ ഹനീഫ പോലത്തെ മഹാന്മാർ ഈ ലോകത്ത് മുഅ്മിനീങ്ങളെ ഈമാൻ ഏറ്റവും വേഗമായി നഷ്ടപ്പെടുകയുള്ള കാരണമായി ചൊന്നത് ഒരു മനുഷ്യന്റെ മനസ്സ് നൊമ്പലാക്കിടതാ. അവന്റെ ജാഗം അക്രമമായി ഉൾക്കിട്ടതില്ലേ, അവന്റെ പൈസങ്ങ വഞ്ചിക്കിടതില്ലേ, അവന്റെ പല നിലക്കായി സോപ്പാട്ടതില്ലേ, ഒരു മനുഷ്യയുടെ മനസ്സ് വല്ലാത്ത നൊമ്പലാക്കിടതില്ലേ. അത് ഏത് ടൂറിസ്റ്റ് പേരിലായെങ്കിലും കണക്കാണ്, ഏത് സ്ഥാപന പേരിലായെങ്കിലും കണക്കാണ്, ഏത് പള്ളിയുടെ പേരിലായെങ്കിലും കണക്കാണ്. ഒരു മനുഷ്യയുടെ മനസ്സ് നൊമ്പലാക്കുമ്പോ ആ നൊമ്പലം അനുഭവിക്കുന്നത് മനുഷ്യമാ എങ്കിൽ അതിന്റെ അനുഭവം അതിന്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുവാ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും നൊമ്പലമായി പോയിട്ടിന്നെങ്കിൽ അങ്ങും നോക്കും അല്ലാഹു പുറത്തു തരട്ടെ. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യരുടെ നന്മക്ക് പേനായി ചില ഉപദേശങ്ങൾ ചൊന്നില്ലേ. ഓ മുഅ്മിനീങ്ങളെ, ഫുഖറായുടെ കൂട്ടത്തിൽ വെച്ചിട്ട് മഹാജന്തു, ഓ ഫഖീറന്മാരെ, ബിഖിയാമിൽ ലൈൽ വമുദാവമതി ഖിദ്മത്തിൽ വാലിദൈൻ വതഅദീമിഹിം വഇജ്ലാലിഹിം. ഓ ഫുഖറായെ, നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല തെരുക്കെത്തിപ്പെടണം എങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ നിങ്ങളെ അബ്ബുമ്മയില്ലേ, ആ അബ്ബുമ്മയുടെ ഖിദ്മത്തെടുക്കറൂ. വതഅദീമിഹിം വഇജ്ലാലിഹിം, സ്വന്തം അബ്ബുമ്മയുടെ ബഹുമാനിക്കറൂ, അങ്ങളെ വലിയ ഗൗരവത്തിൽ കാണറൂ. സുബ്ഹാനല്ലാഹ്. അബ്ബുമ്മയുടെ ഖിദ്മത്തുക വല്ലാത്ത സ്ഥാനമല്ലേ, ആ ഖിദ്മത്തുക വല്ലാത്ത മഹത്വമല്ലേ.
സൂൽ ഖാത്തിമത്തുക്ക് 4 കാരണം ചൊല്ലുമ്പോ അതിലേറ്റവും പ്രധാനമായി എണ്ണിയ ഒരു കാരണമല്ലേ ആഖുൽ വാലിദൈൻ, സ്വന്തം അബ്ബുമ്മയുടെ മനസ്സ് നമ്പലാക്കിടതും അങ്ങളെ മുഖം നോക്കിയിട്ട് അർസത്തിൽ മുണ്ടതും. സുബ്ഹാനല്ലാഹ്, ചില അബ്ബുമ്മ അടിക്കലില്ലേ, സ്വന്തം അബ്ബുമ്മയുടെ ട്രീറ്റ്മെന്റ് നടത്താത്ത മക്കങ്ങില്ലേ, ഔത്തുൽ വെച്ചിട്ട് അങ്ങളെ ചക പോലെ നോക്കിട മക്കങ്ങ ഇല്ലേ. அவங்க എല്ലാവർക്കും മാർണിംഗായി മഹാന്മാർ ചൊന്നില്ലേ, സ്വന്തം അബ്ബുമ്മയുടെ നോക്കുകൊള്ള കഴിവ് പടച്ചറബു തന്നിട്ട് നീ നിന്റെ അബ്ബുമ്മയുടെ പുട്ടെറിഞ്ഞ് ബണ്ടേണ്ട് കണ്ടെങ്കിൽ നിന്റെ അവസാനം അപകടമാണ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പലപ്പോഴും ചൊല്ലലുള്ള ഉപദേശമാണ്, നിങ്ങളെ അബ്ബുമ്മങ്ങളെ ഖിദ്മത്ത് എടുക്കറൂ, അങ്ങളെ വല്ലാത്ത ബഹുമാനിക്കറൂ. എന്നിട്ട് ദരിദ്രന്മാരെ വിളിച്ചിട്ട് പലപ്പോഴും ചൊല്ലലുണ്ട്, ഇൻ ഖദർതും സ്വദഖ, നിങ്ങൾക്ക് തീർന്നുണ്ട് കണ്ടെങ്കിൽ നല്ല സ്വദഖ കൊടുക്കറൂ. എന്തേ കാരണം? ഫഇന്നഹാ തുബർരിദുൻ നാറ വതുസീലു ഗളബല്ലാഹ്, നാളെ ആഖിറത്തിൽ എത്തിപ്പെട്ടിട്ട് നരകം ശിക്ഷ അനുഭവിക്കാണ്ടിക്കണോണ്ട് കണ്ടെങ്കിൽ, അള്ളാഹുടെ അർസത്ത് കനങ്ങ പാത്രാവാണ്ടിക്കണോണ്ട് കണ്ടെങ്കിൽ, ഏറ്റവും വലിയ ആയുധമായി നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യ കിട്ടുന്നത് ഞങ്ങൾ ഇത്ര മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന സ്വതക്കയാണ്. ഞങ്ങളെ സംഘടന അൽഹംദുലില്ലാഹ് എത്ര കാലമായിട്ട് KMJSYS-ഉം SSF-ഉം ഈ റായത്തിലുള്ള പാവത്തെ പെണ്ണ് പാലുമ്പോ അതിലെ പെറോലിന്റെ പ്രവർത്തിച്ചില്ലേ, ഒരു പാവത്തെ അപ്പടെ കണ്ണിട തന്നെ ഒപ്പിയെടുത്തില്ലേ. എത്ര പാവത്തങ്ങ പട്ടിണിയായി കിടക്കുമ്പോ ആ ഔത്തികെത്തിപ്പെട്ടിട്ട് അന്വേഷനാക്കിയിട്ട് അവങ്കുള്ള കിട്ടുങ് എത്തുപാട്ടി കൊടുത്തില്ലേ. ഭൂലോകായ അവങ്ങ എത്രയും നല്ലൊരു ആശ്രയം ഉണ്ടാക്കി കൊടുത്തില്ലേ. ഓ മുഅ്മിനീങ്ങളെ, സിംഗലായി നിനക്ക് നിൽക്കുമ്പോ ചിലപ്പോൾ ഇത് സാധിക്കാനുണ്ട്, എന്തില്ല കൂടെ നിൽക്കുമ്പോഴാണ് റായത്തെ കഷ്ടങ്ങ കൊന്താവിടെ, കൂടെ നിൽക്കുമ്പോഴാണ് ഓർത്തടെ സങ്കടങ്ങ മനസ്സിലാവിടെ. അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഒగ్గട്ടായി പ്രവർത്തിക്കുള്ള മനസ്സ് വേണ്ടേ. സുബ്ഹാനല്ലാഹ്, ഒരു പള്ളി കെട്ടി കൊടുത്തെങ്കിൽ ആ പള്ളിയിൽ കൂടിയ 100 ആളുകുമ്പൻ അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ഭവനം ഉണ്ടാക്കി തണ്ടാ ചെന്നിട്ടല്ല അല്ലാഹു ചെന്നുരേ. എങ്കിലൊരു മുഅ്മിനായ മനുഷ്യക്ക് തണല് കൊടുത്തെങ്കിൽ ആ തണല് കൊടുത്ത കാരണം കൊണ്ട്, ഒരു മനുഷ്യയുടെ വിഷമങ്ങ തീർത്തു കൊടുത്ത കാരണം കൊണ്ട് പടച്ചറബു നാളെ ആഖിറത്തിൽ ഞങ്ങൾക്കും തണല് തരുവാ, ഞങ്ങളെ വിഷമങ്ങം തീർത്ത് തരുവാ. ഫഇന്നഹാ തുബർരിദുൻ നാറ വതുസീലു ഗളബല്ലാഹ്, നരകത്തെ ഭയാനകമായ ശിക്ഷയുടെ തൊട്ട് രക്ഷപ്പെടും, അല്ലാഹുവിന്റെ ദ്വേഷത്തെ തൊട്ട് രക്ഷപ്പെടും. ഏറ്റവും നല്ല മാർഗമാണ് പാപത്തങ്ങളെ കണ്ടറിഞ്ഞ് സ്വതക്കം കൊടുക്കരുത്. വൽഇഹ്സാനു ലിൽ വാലിദൈനി വബിർറുഹും യഹവ്വിനു സകറാത്തിൽ മൗത്ത്. മഹാനുപദേശിക്കടെ കൂട്ടത്തിൽ ചൊന്നില്ലേ, സ്വന്തം അബ്ബുമ്മക്ക് ഗുണാക്കിട മക്കങ്ങ ഇല്ലേ. എത്ര പൈസ ചെലവായെങ്കിലും പൈസത്തെ മുഖം നോക്കാണ്ട് അബ്ബുമ്മടെ നോക്കി ബൽത്തര മക്കങ്ങ ഇല്ലേ. അങ്ങുള്ള ഏറ്റവും വലിയ ഫലം കൊന്താവുടത് മരിക്കിற ടൈമുലാണ്. യുഹവ്വിനു സകറാത്തിൽ മൗത്ത്, മരണത്തെ വല്ലാത്ത നൊമ്പലമില്ലേ മുഅ്മിനീങ്ങളെ. ഞാൻ ഇന്നുവരെ അതനുഭവിച്ചിട്ടില്ല, നിങ്ങൾ ആരും ഇന്നുവരെ അത് അനുഭവിച്ചിട്ടില്ല. എല്ലാരും അനുഭവിക്കുള്ളൊരു 4 പറ കൊണ്ടു അണ്ടാ ഞങ്ങൾ കാണ്ട പലതും പലർക്കും കണ്ടില്ല. അണ്ട് പലരെയും കാണുകുള്ള 4ആണ്. ഇബ്ലീസ് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ വന്നിട്ട് വഞ്ചിക്കിട 4ആണ്. ഞങ്ങളെ വലത്തെ സൈഡിൽ അബ്ബടെ കോലത്തിലും ഇടത്തെ സൈഡിൽ ഉമ്മയുടെ കോലത്തിലും വന്നിട്ട്, മോനെ നിന്റെ ഇസ്ലാം മതം ശരിയല്ല, നീ യഹൂദി മതം സ്വീകരിക്കുമോനെ, നീ ക്രിസ്ത്യാനി മതം സ്വീകരിക്കുമോനെ, നിക്ക് രക്ഷകുള്ള മാർഗമാണ് ചെന്നിട്ടു. ശൈത്താൻമാർ അബ്ബടെയും ഉമ്മടെയും കോലത്തിൽ വന്നിട്ട് വഞ്ചിക്കിട 4 അണ്ടുണ്ടാറുകെങ്കിലും ഞങ്ങൾ കണ്ടത് കണ്ടേ. അണ്ടൊന്ന് രക്ഷപ്പെടണ്ടേ മുഅ്മിനീങ്ങളെ. സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി മഹാൻ പടിപ്പാടി തന്ന ഏറ്റവും നല്ല മറന്താൻ ആ സകറാത്തുൽ മൗത്ത് തൊട്ട്
ತೊಡಕ್ಷೆಪಡೋಣ സ്വന്തം ജീവിക്കണ ബൊമ്മകു നല്ലതാക്കറൂ. എന്നിട്ട് മഹാൻ പലപ്പോഴും ചൊല്ലലുണ്ട്, മുആമലത്തു ഇബാദില്ലാഹി ബിൽ ഇഹ്സാൻ തൂസിലു ഇലല്ലാഹ്. ഒരു എല്ലാ മുഅ്മിനീങ്ങളൊട്ടുകയും നല്ല നിലക്ക് പെരുമാറതില്ലേ, ഒരു ചിരിച്ച് കൈ കൊടുക്കണതില്ലേ, ഒരു മുഅ്മിന്റെ കാണുമ്പോ അസ്സലാമു അലൈക്കും ചൊല്ലലില്ലേ, ആ മനുഷ്യരുടെ കഷ്ടവും ദുഃഖവും കേട്ടറിയലില്ലേ, ഇതെല്ലാം തൂസിലു ഇലല്ലാഹ്. അല്ലാഹു ഞങ്ങളെ വല്ലാത്ത കണക്റ്റാക്കട സാധനമാണിത്. അല്ലാഹു ഞങ്ങളെ വല്ലാത്ത മുട്ടാക്കട സാധനമാണിത്. എന്നിട്ട് മഹാൻ പലപ്പോഴും ചൊല്ലലുണ്ട്, ബിൽ മുദാവമത്തി അലസ്വലാത്തി അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫുഖറാടെയും വിളിച്ചിട്ടാണ് ഈ ഉപദേശം, നിങ്ങൾ സ്വലാത്ത് നിത്യമാക്കറൂ. എന്തേ കാരണം? ഈ ലോകത്ത് ഏറ്റവും വലിയ നിഅമത്ത് ഞങ്ങൾക്ക് നബിതങ്ങളാണ്. ഫലം തുംസി ബിനാ നിഅമത്തുൻ ലഹറത വബതനത്. ഈ ലോകത്തിൽ കാണേണ്ട നിഅമത്തും കാണാത്ത നിഅമത്ത് എന്തെല്ലാം ഉണ്ടാ മുഅ്മിനീങ്ങളെ, എല്ലാ നിഅമത്തും നമുക്ക് കിട്ടൂ കാരണമായത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന ഖാസിമുൻ വല്ലാഹു മുഅതി. അല്ലാഹ് തണ്ടവനാണ് ഓതിയാക്കിടത്, ഞാനാണ് ചൊന്നത് നബിതങ്ങളാണ്. ഇണ്ടും ആ നബിതങ്ങളെ സഹായം കിട്ടിയോണ്ടുണ്ട് മുഅ്മിനീങ്ങളെ. എത്ര മഹാന്മാർ ഗതി കിട്ടിപ്പോയിട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗതി കിട്ടില്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിട്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിട്ടില്ലേ, സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഗതി കിട്ടില്ലേ. നബിതങ്ങളെ വിളിച്ച് സഹായം കേട്ട് മഹാന്മാർ ആരെല്ലാം ഉള്ളാറ എല്ലാരും നബിതങ്ങളെ സഹായം അങ്ങ് അനുഭവിച്ചില്ലേ. നബിതങ്ങു മരിച്ചിൽ പിന്നെ സഹായിക്കുക സാധ്യമില്ല. ചൊന്നത് ചില ലിമിറ്റഡ് ബുദ്ധിക മാത്രമാണ്. അള്ളാഹുടെ ഓഫറങ്ങം അള്ളാഹുടെ നിഅമത്തും അൺലിമിറ്റഡ് ആണ്. ഐക്ക് ലിമിറ്റ് വെക്കുക ഈ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം പടച്ച റബ്ബെ ഐക്ക് ലിമിറ്റ് വെച്ചിട്ടില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ, നന്റെ ഹയാത്തും നിങ്ങൾക്ക് ഖൈറാണ്, നന്റെ മമാത്തും നിങ്ങൾക്ക് ഖൈറാണ്. നന്റെ കൊണ്ടുള്ള ഖൈർ ഈ ലോകത്ത് ഒരു കാലത്തും മുറിഞ്ഞു പോകില്ല ചൊല്ല സൂചനയാണ് ഹദീസിൽ നബി തങ്ങൾ പഠിപ്പാട്ടിത്തണ്ടേ. ആ ഖൈർ യൗമുൽ ഖിയാമത്തോല് പണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഖൈറാണ്. അതുകൊണ്ടാണ് നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ചൊന്നുല്ലേ, ആ നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, സയ്യിദിനാ കൂട്ടിച്ചൊല്ലുകയാണ് സുന്നത്ത്. കാരണം സയ്യിദ് ചൊന്നെങ്കിൽ ഏത് മുഅ്മിന്റെയും സങ്കടത്തിൽ ഇടപെട്ട ആളുണ്ടാണ് അതിനർത്ഥം. ഏത് മുഅ്മിന്റെ കടത്ത അവസ്ഥയിലും വെപ്രാളത്തിലും ഇടപെട്ട ആളുണ്ടാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ സഹായാക്കു അർഹമായ ഒരു ആൾ ഈ ലോകത്തിലുണ്ട്. അതാര് കൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആരാരും കാണാത്ത നേരത്തിൽ ഒന്ന് മനസ്സ് പൊട്ടി വിളിക്കറൂ, വസ്സലാമു യാ സയ്യിദി യാ റസൂലല്ലാഹ്. മനസ്സ് പൊട്ടിയിട്ട് നീയത്ത് പേർച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോ അത് ഉത്തരം തരകു നബി തങ്ങൾ റെഡിയാണ് നിങ്ങളെ. പക്ഷെ അതുക്കുള്ള കോണ്ടാക്ട് ഇല്ലേ, ആ കോണ്ടാക്ടുകളുടെ ഇടയിൽ റേഞ്ച് കട്ടാവാത്തതുപോലെ ഞങ്ങൾ നോക്കണു. എങ്ങനെയാണ് റേഞ്ച് കട്ടാവിടെ? ഞങ്ങളുടെ ജീവിതത്തിൽ മഅസിയത്ത് വരുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് സുബഹി പോൽമന ഫുള്ളായി ഇനർത്തര ഗീബത്തിലും ഇനർത്തര അക്രമിക്കിടതിലും കളവ് ചൊല്ലതിലും വ്യഭിചാരത്തിലും ജീവിത തീർത്താണ്ട് കണ്ടെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ അവിടെ റേഞ്ച് കട്ടായി പോയിട്ട് പിന്നെ ആ റേഞ്ച് തിരിച്ചു കിട്ടാനോണ്ട് കണ്ടെങ്കിൽ ഒരു വർഷം കളയൂ. അതിനിടക്ക് വല്ലാത്ത തൗബങ്ങ ഞങ്ങൾക്ക് വേണു, വല്ലാത്ത ഖേദഗണങ്ങളെ മനസ്സിൽ വേണു. പിന്നെ ഒരു കാലത്തും തപ്പുങ്ങാക്കില്ല ചൊല്ല വല്ലാത്ത ദൃഢനിർധാരം ഞങ്ങൾക്ക് വേണു. അല്ലാഹു ഞങ്ങൾ തൗഫീഖ് തരട്ടെ മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എക്കാലത്തുള്ള പരിഹാരമാണ്.
അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ, നിത്യമായി സ്വലാത്ത് നബിതങ്ങളെ മേൽ ചൊല്ലറു. ഇന്ന സ്വലാത്ത അലൈഹി തുസഹീലുൽ മുറൂറ അലസ്സിറാത്ത്. നബിതങ്ങളെ മേലുള്ള സ്വലാത്തില്ലേ, അത് സിറാത്ത് പാല സുലഭത്തിൽ വിട്ടുപോകുള്ള തെരുവാൻ. സിറാത്ത് പോലെ അതക്കുമിന ഷാർ, ഒരു മനുഷ്യയുടെ മുടിയിലാണ്ട് സപൂറമുള്ള ബ്രിഡ്ജാണത്. സുബ്ഹാനല്ലാഹ്, അതര ചൂപ്പ നല്ല ചാക്കട ഷാർപ്പാണ് അതുക്കുള്ളേ. ഒരു മനുഷ്യക്കും നടക്കുക സാധ്യമല്ല. പാരിട്ടെത്തണത്തര പാരിട്ടെത്തനുണ്ട് കണ്ടെങ്കിൽ ഏറ്റവും വലിയ സഹായിയായിട്ട് നാളെ ആഖിറത്തിൽ നിൽക്കടെ അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വതജ്അലു ദുആ മുസ്തജാബ. സ്വലാത്ത് നബിതങ്ങളെ മേലുള്ള നിത്യമായ സ്വലാത്ത് ഞങ്ങളെ എല്ലാ ദുആത്തുക്കും ഉത്തരം കിട്ടുകയുള്ള കാരണമായി തീരുക. അതുകൊണ്ടാണ് ദുആത്ത് മുന്നലും പിന്നെയും സ്വലാത്ത് ചൊല്ലണു ചൊല്ലേ. എന്തേ കാരണം? സ്വലാത്ത് എന്തായാലും പടച്ചറപ്പ് ഉത്തരം തണ്ട ചൊല്ലത് ഉറപ്പാണ്. അതിലാർക്കും സംശയമില്ല. ഈ ലോകത്ത് ഹായിബാവാത്ത റിബാത്ത് നിങ്ങളുടെ സ്വലാത്താണ്. നഷ്ടപ്പെട്ടില്ല, അത് കിട്ടുക ആഖിറത്ത്. അപ്പൊ ബാക്കിയുള്ള ദുആ അത് കിട്ടയില്ല ചൊല്ല ഡൗട്ടാണ്. അപ്പൊ ലാസ്റ്റും ഞങ്ങൾ സ്വലാത്ത് ചൊല്ല, അതുക്കും ദുആ കമ്പമാണ്. ഈ രണ്ട് ദ്വായത്തുക്ക് ഉത്തരം തന്നിട്ട് നടുലുള്ള ദ്വായത്തുക്ക് ഉത്തരം തരാത്തൊരു ബഖീലല്ല പടച്ചറപ്പ്. അതുകൊണ്ട് അല്ലാഹു തആല പാതിക്ക് ഉത്തരം തന്നിട്ട് പാതിക്ക് ഉത്തരം തണ്ട ചൊല്ലതില്ല. അല്ലാഹുടെ ഹിസ്റ്ററിയിൽ അങ്ങനെ ഇല്ല. അല്ലാഹു ദ്വായത്തുക്ക് ഉത്തരം തന്നെങ്കിൽ ഫുള്ളായിട്ടാണ് ഉത്തരം തന്റെ. പാതി തന്നിട്ട് പാതി തന്റെ. അത് മനുഷ്യന്മാർ 200 രൂപ തറക്ക് പേർച്ചിട്ട് ലാസ്റ്റിക്ക് വന്ന ആളെ 100 രൂപ കൊടുത്ത് കിടത്തത്. 100 പുലിഞ്ഞിത്തൻ 5000 കെട്ടെങ്കിൽ 2000 കൊടുക്കും. 10,000 കെട്ടെങ്കിൽ 5,000 കൊടുക്കും. ಅದಕ್ಕೆ ಬೆಲ್ಲಿದೆ ಈ ಕಡೆ ಒರ್ಲಾಕ್ ಅಪತ್ರ ಇಟ್ಟರೆ 80,000 കിട്ടും. കേട്ടത്ര കൊടുക്കുന്ന മനുഷ്യല്ല. അതിൽ ചില ആൾമാർ പോയെങ്കിൽ കഷ്ടമേ പാട്ട്. ഓ എന്ത് കഷ്ടം, സുബ്ഹാനല്ലാഹ്. 10 ഫ്ലാറ്റ് എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് പോവാത്തത് ഓണു ആ ഫ്ലാറ്റ് കംപ്ലീറ്റ് മുങ്ങിയ പോലെ വണ്ടി കൊണ്ടുള്ള കംപ്ലീറ്റ് നഷ്ടമായി. ഒരു ഫ്ലാറ്റ് പോയിട്ടേ ഇല്ല. ബാക്കി വലിയ ഫ്ലാറ്റ് അത് പോയിട്ട് ബാടിക്കാൻ വന്നുകൊണ്ടുണ്ട്. ഒരു ഫ്ലാറ്റ് വിത്തിട്ടും പോയിട്ട്. ഇത് മനുഷ്യരുടെ അവസ്ഥയാണ്. അതേ സമയത്തിൽ അള്ളാഹുവ തന്നെങ്കിൽ ഫുള്ളായിട്ട്, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് സീറോ. അള്ളാഹുടെ റസൂലിന്റെ മേലെ സ്വലാത്ത് ചെന്നിട്ട് ദ്വാർന്നേണ്ട കണ്ടെങ്കിൽ അതിലെ ഫസ്റ്റിലും ലാസ്റ്റിലും സ്വലാത്ത് വെച്ചിട്ട് നടുലുള്ള ദ്വാ ഇത് അള്ളാഹു സ്വീകരിക്കാണ്ടിക്കല. എന്ത് ഉത്തരം എന്താ കിട്ടില്ല മൈലാരാണ്? അത് ഉത്തരം കിട്ടുള്ള ടൈം ആയിട്ടില്ല. ചില ദ്വാത്തുകളുടെ ഉത്തരം ആഖിറത്തിലാണ് കിട്ടുക. ആഖിറത്തിൽ മാത്രം ദ്വാത്തുക്ക് ഉത്തരം കിട്ടിയെങ്കിലും ആ മനസ്സിൽ ചെന്ന് പോകൂല. നാണ് വേറെ കുറെ ദ്വാന്ന് പോവാ ദുനിയാവിലെ കിട്ടുന്നത്. അത് കിട്ടാണ്ടിന്ന് പറഞ്ഞല്ല എന്തിനു ചെന്ന് പോവാ. കാരണം ആഖിറത്തിൽ കിട്ടൽ അങ്ങനത്തെ കിട്ടലാണ്. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ദ്വാർക്കിടത് എന്തെല്ലാം നിങ്ങൾ തീരെ അതല്ല ദ്വാർക്കോ എന്തായാലും ഉത്തരവുണ്ട് ഉള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എൻ്റെ പ്രസംഗം നീട്ടലാ കുറച്ചുകൊണ്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ധാരാളം ചൊല്ലണം. അതുകൊണ്ടാണ് മഹാന്മാർ ചൊന്നേ, ഈ ലോകത്ത് ഒരു മനുഷ്യ അല്ലാഹു തആലയുടെ ഏറ്റവും സന്തോഷത്തിൽ ആഖിറത്തിൽ കാണുന്നു. നണ്ട ಬಗ್ಗೆ ಪಡಚ ರಬ್ಬುಗೆ ഒരു ಆರೋಪവും ನಂಡ ಬಗ್ಗೆ ಪಡಚ ರಬ್ಬುಗೆ ഒരു ಅರ್ಸവും ಇಲ್ಲ ಅಂತ ನಂಡ ಬಗ್ಗೆ ಬಾರಿ ಕೊಸಿಲೇ ಅಲ್ಲಾಹು ನನ್ನೊಟ್ಟಿಗೆ ಮುಂಡೋಣ ನಂದೆ ಕಾಣೋಣ ചെന്നിട്ട് ആഗ്രഹിക്കാണ്ട് കണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹാ ചൊന്നുല്ലേ, ഫല്യുക്സിരിസ് സ്വലാഹ്. പടച്ച റബ്ബുടെ സന്തോഷം ആഖിറത്തിൽ ആഗ്രഹിക്കണ മുഅ്മിനുള്ളാണ് എങ്കിൽ അവനാക്കട്ടി ഏറ്റവും കൂടുതലാക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞങ്ങളെ മക്കങ്ങ, ഞങ്ങളെ കുടുംബത്തങ്ങ, ഞങ്ങളെ പരിസരത്തങ്ങ എല്ലാരെയും നല്ലതാക്കുള്ള പ്രയത്നം നടത്തുന്നു. സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് ബേരങ്ങളെ നന്മയാണ്. മുഅ്മിനീങ്ങളെ, സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ച മാത്രമല്ല, നക്ക് മാത്രം ഈ വിഷയ കൊന്തായെങ്കിൽ മയ്യാവലല്ലേ, നന്റെ കൂടെയുള്ള ഈ എല്ലാ ഫക്കീറന്മാർക്കും ഈ വിഷയ കൊന്താവനോ അങ്ങളെയും ആഖിറം രക്ഷപ്പെടുന്ന ചൊല്ല ഉദ്ദേശത്തിലാണ് മഹാനി 5 ഉപദേശങ്ങൾ ഫുഖറാക്ക് കൊടുത്തോണ്ടുള്ളേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവിതം സ്വാലിഹീങ്ങളെ പിർസംബക്കയുടെ ജീവിതമായി തീരണോ.
ഞങ്ങളുടെ ജീവിതം എല്ലാവർക്കും നല്ലത് ഉദ്ദേശിക്കുന്ന ജീവിതമായി തീരണോ. കാരണം ഏത് സ്വാലിഹീങ്ങളെയും സ്നേഹിക്കുമ്പോ ഞങ്ങളെപ്പോലെ ഞങ്ങളെ മനസ്സംഗമായി തീർന്നു. മുഅ്മിനീങ്ങളെ കൂടിയവന്റെ സ്വഭാവമല്ലേ സാധാരണ കൂടിയവണക്ക് കിട്ടേ. ആരൊട്ടികയാണോ ഞങ്ങൾ കൂടിയുടെ ആ കൂടിയവന്റെ സ്വഭാവമാണ് ഞങ്ങളെയിലും കണ്ടേ. അതുകൊണ്ടാണ് അത്ര കച്ചവടത്തെ ആളമൊന്നും ഞങ്ങൾ നടന്നുകൊണ്ട് പോയാണ്ട് കണ്ടെങ്കിൽ അവന്റെ കൂടെ വന്ന് നിണ്ടു കൊടുത്താണ്ട് കണ്ടെങ്കിൽ ഒരു തെല്ല് നാറാവുമ്പോ ഞങ്ങളെ തടിയും നല്ല സെന്റ് മണക്കുക തുടങ്ങിട്. ആരെ കൂടെയാണോ ഒരു മനുഷ്യൻ കൂടേ അവന്റെ കൂടെയാണ് നാളെ ആഖിറത്തിൽ ചെന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ അതുകൊണ്ടാണ് മഹാനായ ഷിറാസി റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ഒരു ചോദ്യം വന്ന്. എന്തിനാണ് ചോദ്യം? ദുല്ലനി അലാ അമലിൻ തഖറബു ബിഹി ഇലാ റബ്ബി. രണ്ട് റബ്ബുകു മുട്ടാവുകു പറ്റേ നല്ലൊരു അമലിനക്ക് ചെന്തറു ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, ആ ശിഷ്യയുടെ മുന്നിൽ ഉസ്താദ് ചെന്നു കൊടുക്കടു. അഹിബ്ബ ഔലിയ അല്ലാഹ്, അല്ലാഹുടെ ഔലിയാക്കന്മാരെ നീ സ്നേഹിക്കുമോനെ. എന്തേ കാരണ? മഹാനവിടെ വല്ലാത്തൊരു കാരണം ചൊല്ലു. ഫഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബി ഔലിയായിഹി. അല്ലാഹുടെ നോട്ടമുള്ളത് ഞങ്ങളെ മനസ്സുകല്ല, അവന്റെ ഏറ്റവും മുഖറബീങ്ങളായ ഔലിയാക്കന്മാരെ മനസ്സുകാണ്. ആ നോട്ടം വല്ലാത്ത സന്തോഷത്തെ നോട്ടമാണ് മുഅ്മിനീങ്ങളെ. കാരണം അങ്ങളെ കൽബിൽ ഒരു മാലിന്യമില്ല, ആരട്ടുകയും ചതിങ്ങയില്ല, ആരട്ടുകയും പകങ്ങയില്ല, അങ്ങളെ കൽബിൽ അഹങ്കാരങ്ങയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ക്ലിയറായ ജാഗത്തുകളിലെ പടച്ചറബുടെ സംതൃപ്തിയേറിയ നോട്ടം കിട്ടേ. ആ ഔലിയാക്കന്മാരെ ഞങ്ങൾ സ്നേഹിച്ചെങ്കിലാ ഫലഅല്ലഹു അൻ യൻദുറ ഇലാ ഇസ്മിക ഫീ ഖൽബി വലിയിഹി ഫയഗ്ഫിറു ലക. മോനെ, നീ ഔലിയാക്കന്മാരെ സ്നേഹിക്കുമ്പോ ആ സ്നേഹിച്ചങ്ങളെ ലീസ്റ്റ് ആ ഔലിയാടെ ആ കൽബുലിക്കിട്. അള്ളാഹു ആ കൽബുക നോക്കുമ്പോ നിന്റെ പേര് വെറുവേളെ ആ കൽബിൽ കണ്ടെത്തുണ്ട് കണ്ടെങ്കിൽ പടച്ചറബുനിക്ക് പൊറത്തു തരുവാ. ആരാണിത് പഠിപ്പാടിത്തണ്ടേ? ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാമുന ശിറാസി റളിയല്ലാഹു അൻഹു ആണിത് പഠിപ്പാടിത്തണ്ടേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തആല നബി തങ്ങളെ ഉമ്മത്താവിടെ ചൊല്ല വലിയ നിഅമത്ത് തന്ന അതൊരൊട്ടിಗೆ ആ നബി തങ്ങളെ വാരിസീങ്ങായിട്ട് വലിയ വലിയ ആലിമീങ്ങളെ നമുക്ക് തന്ന. സുബ്ഹാനല്ലാഹ്, ഇണ്ട് നോക്കറു ഞങ്ങളെ വിഭാഗത്ത് കിട്ടിയ വലിയ വലിയ ആലിമീങ്ങ ചൊല്ല നിഅമത്ത് ചെറിയ നിഅമത്തായത്. ലോകത്തിൽ ആർക്കും കിട്ടാത്ത നിഅമത്താണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളേ. ദുന്യവിയായ കുറെ നിഅമത്ത് അനുഭവിക്കുന്നതിടക്ക് സുബ്ഹാനല്ലാഹ് നമുക്ക് അല്ലാഹു തആല അനുഭവിക്കുക സാധിപ്പിച്ചു തന്ന നിഅമത്തല്ലേ സുൽത്താനുൽ ഉലമാ, റഈസുൽ ഉലമാ. ഞങ്ങളെ കർണാടകത്തെ മണ്ണ് അല്ലാഹു ബാക്കി വെച്ച് തന്ന സൈനുൽ ഉലമാ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നില്ലേ? ഈ ലോകത്തിൽ രണ്ട് ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറായ ആൾമാരാരാണ്? ഉലമാ ഉഹാ. ആ ഉമ്മത്ര ഉലമാ ആണ്. ആ ഉലമാവിലും നല്ല ഖൈറായ ആൾമാരുള്ളാർ. ആരാണ് ആ ഖൈറായ ആൾമാർ? ഉലമാവിലും വെച്ചിട്ട് ഖൈറായ ആൾമാരാരാണ്? റുഹമാ ഉഹാ. ഉലമാവിൽ ഉമ്മത്തിനൊട്ടിಗೆ വല്ലാത്ത കാരുണ്യമുള്ള ആലിമീങ്ങ ഇല്ലേ? ഈ ലോകത്തേക്ക് പടച്ചറബ് തന്റെ ഏറ്റവും വലിയ നിഅമത്താണ്. ഇന്ന് സുൽത്താനുൽ ഉലമാ എത്ര ഫക്കീറന്മാരെയാണ് കണ്ണീരൊപ്പിയോണ്ടുള്ളേ, എത്ര മിസ്കീനുമാർക്കാണ് ഏറ്റവും നല്ല നഫ്ഉൽ എഡ്യൂക്കേഷൻ കൊടുത്തോണ്ടുള്ളേ. ഇന്ന് റഈസുൽ ഉലമാ എത്ര വലിയ മുദരിസന്മാരെയാണ് വാർത്തെടുത്തോണ്ടുള്ളേ. ഇന്ന് സൈനുൽ ഉലമാ 35 വർഷമായിട്ട് ആയിരക്കണക്കിലുള്ള ശിഷ്യന്മാരെ സമുദായത്ത് കൊടുത്തില്ലേ. ഇന്നും 400ഓളം പഠിക്കണ നല്ലൊരു ക്യാമ്പസ് ഉസ്താദ് ഉണ്ടാക്കിയെടുത്തില്ലേ. അവിടെ പഠിക്കണ മക്കങ്ങമാ സുബ്ഹാനല്ലാഹ് 2 എഡ്യൂക്കേഷനും ഒരേ ക്യാമ്പസിൽ വെച്ചിട്ട് അന്യ പെണ്ണിടെ നോക്കുള്ള അവസരങ്ങളില്ല, അന്യ പെണ്ണുമായി മിങ്കിലാവിടെ അവസരങ്ങളില്ല. എല്ലാ ആൺമക്കളെ കൊണ്ട് നിറഞ്ഞ ക്യാമ്പസ്.
ആ ക്യാമ്പസിൽ വെച്ചിട്ട് അള്ളാഹുടെ കലാമായ ഖുർആൻ പഠിപ്പാട്ടി കൊടുത്തോണ്ടുണ്ടു. ആ ക്യാമ്പസിൽ വെച്ചിട്ട് അള്ളാഹുടെ റസൂലിന്റെ ഹദീസ് പഠിപ്പാട്ടി കൊടുത്തോണ്ടുണ്ടു. ആ ക്യാമ്പസിൽ വെച്ചിട്ട് അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പാട്ടി കൊടുത്തോണ്ടുണ്ടു. ആ ക്യാമ്പസിൽ വെച്ചിട്ട് അൽഹംദുലില്ലാഹ് ഖഗോള ശാസ്ത്രം പഠിപ്പാട്ടിയുണ്ടുണ്ടു. മാത്തമാറ്റിക്സ് പഠിപ്പാട്ടിയുണ്ടുണ്ടു. സുബ്ഹാനല്ലാഹ് ലോജിക് പഠിപ്പാട്ടിയുണ്ടുണ്ടു. അതൊരൊട്ടിಗೆ BAയും BComും MBAയും MComും MA കിടമക്കങ്ങ ഉള്ളാർ ഇങ്ങെല്ലാരും അൽഹംദുലില്ലാഹ് ഇന്റെ സമാജത്തെ വലിയ പരവശങ്ങായിട്ടാണ് വന്നോണ്ടുള്ളേ. ഞങ്ങളെ ഉലമാങ്ങാക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് മുഅ്മിനീങ്ങളെ. ഞാൻ എന്ത് കാണി ഉപകാരം ചൊന്നേ ഖുർആനിൽ പടച്ചറബൗണ്ട റഹ്മത്ത് എവിടെ എല്ലാം ചൊന്നൊരാണ്, അവിടെ എല്ലാം കൂട്ടിച്ചൊന്നൊരു വിഷയമാണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരുണ്യവനായ അല്ലാഹ് എല്ലാവർക്കും റഹ്മത്ത് ചെയ്ത അല്ലാഹ്. ആ റഹ്മത്തിന് ഏറ്റവും വലിയ ഉദാഹരണയായ ഖുർആൻ ചൊന്നത് അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പാട്ടി കൊടുക്കുടവനുണ്ടാൻ. എഡ്യൂക്കേഷന്റെ അത്ര വലിയൊരു മഹത്വം, എഡ്യൂക്കേഷന്റെ അത്ര വലിയൊരു ഉപകാരം ഈ ലോകത്തിൽ മനുഷ്യക്ക് വേറൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ഒരു സംഘം ആൽമാർ ഇങ്ങനെ ഉണ്ടപ്പാ. ആ ആൽമാർ പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് കേട്ടില്ലേ, അതേ നിങ്ങൾക്ക് എന്തരയാണ് ആശ ഉള്ളേ? സുബ്ഹാനല്ലാഹ്. അതിൽപ്പെട്ടൊരു സ്വഹാബിയൻ ഉമരേ, നിന്റെ കയ്യിൽ കുറെ സമ്പത്താവുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് കാണു എല്ലാവർക്കും ചെലവഴിക്കുകയാണ്. ഇനൊരാൾ ചൊന്തുനക്ക് നല്ല സ്ഥാനം കിട്ടുകയാണ്. എന്ത് ദീന് നല്ല പ്രചരണം പെടുത്തുകയാണ്. ഇനൊരാൾ ചൊന്തു സുബ്ഹാനല്ലാഹ് നക്ക് നല്ല ബിസിനസ് മാൻ ആവുകയാണ്. എന്ത് ഹലാലായ നിലക്ക് ബിസിനസ് അത് ആക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു തന്നൊരു ഉത്തരമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഉർവത്ത് ഇബ്നു സുബൈറിനെ പോലത്തെ ആൽമാരാണ്. അതേ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പോലത്തെ ആൽമാരാണ്. കാരണം അങ്ങ് റിസോഴ്സ് പേഴ്സൺസ് ആണ്, ഇൽമുള്ള ആൽമാരാണ്, അധ്വാനിച്ച് പഠിച്ചങ്ങം പഠിപ്പാട്ടിയങ്ങാൻ. അതുപോലെ ആവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുവാനായേ. അല്ലാണ്ട് കുറെ പൈസ കയ്യിൽ വരട്ട്, കുറെ സ്ഥാനങ്ങൾ കയ്യിൽ വരട്ട്, കുറെ ബിസിനസ് വിജയിക്കട്ട്, ഇതല്ല ഒരു മനുഷ്യൻ ലക്ഷ്യം വെക്കുവാനായത്. ആഖിറത്ത് ഏറ്റവും വലിയ വിജയം, ദുനിയാവിടെ ഏറ്റവും വലിയ വിജയം എഡ്യൂക്കേഷനാണ് മുഅ്മിനീങ്ങളെ. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. പടച്ച റബ്ബ് ഏറ്റവും വലിയ ഉദാരിയാണ് ചൊന്നിട്ടു. ഏറ്റവും വലിയ ഉദാഹരണയായി ചൊന്നത് അല്ലമ ബിൽ ഖലം. പടച്ച റബ്ബ് നിങ്ങൾ പഠിപ്പാട്ടി തന്ന എഡ്യൂക്കേഷൻ തന്ന ചൊല്ല വസ്ഫാണ് ഖുർആൻ ചൊന്നോണ്ടുള്ള മുഅ്മിനീങ്ങളെ. ആ ദൗത്യമാണ് ഞങ്ങളെ ആലിമീങ്ങ ഏറ്റെടുത്തരേ, സുൽത്താനുൽ ഉലമ ഏറ്റെടുത്തരേ, റഈസുൽ ഉലമ ഏറ്റെടുത്തരേ, നൂറുൽ ഉലമ ഏറ്റെടുത്തരേ, സൈനുൽ ഉലമ ഏറ്റെടുത്തരേ, മരണപ്പെട്ടു പോയ താജുൽ ഫുഖഹാ ഏറ്റെടുത്തേ, മരണപ്പെട്ടു പോയ ശറഫുൽ ഉലമ ഏറ്റെടുത്തേ. പടച്ച റബ്ബേ ഞങ്ങളെ ഖബർ നീ, ഞങ്ങളെ ദറജം നീ ഉയർത്തണു അല്ലാഹ്, ഞങ്ങളെ സ്ഥാനം നീ കൂട്ടി കൊടുക്കണു അല്ലാഹ്. അങ്ങനെ ഈ ലോകത്ത് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഖൽബുൽ മാലിന്യമില്ല. മാലിന്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും നല്ലത് ചിന്തിക്കുക ഞങ്ങളെ കൊണ്ട് സാധിച്ചേ. സുൽത്താനുൽ ഉലമ സുബ്ഹാനല്ലാഹ് പണ്ട് കാലത്ത് മർക്കസിങ്ങ തുടങ്ങുമ്പോ ഇന്ന് ആൾമാർ ചില്ലറയാണ്. എന്റെ ഇവിടെ എത്തിത്ത് ഉസ്താദിന്റെ വല്ലാത്ത വിശാല മനസ്സുകൊണ്ട്, ഉസ്താദിന്റെ വല്ലാത്ത ഉമ്മത്തുരട്ടികളുള്ള കാരുണ്യം കൊണ്ട് ഇന്ത്യത്തിൽ മാത്രമാ, GCCയിൽ മാത്രമാ, യൂറോപ്പ് കൺട്രിയിൽ മാത്രമാ, ഇന്ത്യ ലോകത്തൊട്ടാകെ സുൽത്താനുൽ ഉലമാടെ വല്ലാത്ത പവർ കണ്ടോണ്ടില്ലേ. എവിടെയാണ് ഈ പവറുണ്ടായ മുഅ്മിനീങ്ങളെ? ഞങ്ങളെ മനസ്സൊന്ന് ക്ലീനായി പോയിട്ട് നബിതങ്ങളെ സകല ഉമ്മത്തുക്കും അങ്ങ് നല്ലത് പേർച്ചാറ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് നല്ലത് അല്ലാഹു കൊടുക്കുള്ള തൗഫീഖും കൊടുത്ത ആ തൗഫീഖുകളുടെ ഭാഗമാണ് ഇന്റെ അൽഹംദുലില്ലാഹ്. ഞങ്ങളെ ബടക്കവയിൽ SSF പ്രവർത്തിച്ചുകൊണ്ടുണ്ടു, KMJ പ്രവർത്തിച്ചുകൊണ്ടുണ്ടു, SYS പ്രവർത്തിച്ചുകൊണ്ടുണ്ടു. ഇത് ആരുണ്ടാക്കിയ സംഘടനയാണ് മുഅ്മിനീങ്ങളെ? ഏതോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. ഞങ്ങളെ കരകളഞ്ഞ ആലിമീങ്ങയില്ലേ, ശുദ്ധമായ മനസ്സിന് ആലിമീങ്ങയില്ലേ, എല്ലാ ഉമ്മത്രയും നന്മക് ബേനായി ഉണ്ടാക്കിയ സംഘടനയാണ്. ഓ മുഅ്മിനീങ്ങളെ,
ഇതിലൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോ ഇപ്പൊ KMJയുടെയും SYSയുടെയും മെമ്പർഷിപ്പുടെ കാലമാണ്. ഇത് കഴിഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് SSFയുടെ മെമ്പർഷിപ്പുടെ കാലം വരെ കൊണ്ടു. ഓ മുഅ്മിനീങ്ങളെ, ഈ മെമ്പർഷിപ്പുടെ കൊണ്ട് ഉദ്ദേശിക്കണ എന്തിനെ? ഒരു പാർട്ടി മെമ്പർ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളിയത്തിലെ ഒരു ചെയിൻ ലിങ്കാണ്. ഇത് മുറിയാത്ത ചെയിനാണ്, ഇത് പൊട്ടാത്ത ചെയിനാണ്. ഈ ചെയിന് നമുക്കൊരു ലിങ്ക് ഇന്നെങ്കിലാ ഈ ലിങ്കിലൂടെ ആഖിറത്തിൽ രക്ഷപ്പെടാം. ഇബ്നുൽ ലഖാൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ടിട്ട് ഖബറിൽ കിടക്കുമ്പോ മുൻകർ നകീർ വന്ന് ചോദ്യം കേൾക്കുമ്പോ ഇടപെട്ടില്ലേ ആ ഇബ്നുൽ ലഖാന്റെ ഉസ്താദ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാൻ മുൻകർ നകീർ ഇട്ട് ചൊന്നില്ലേ, തനഹയാ അൻഹു, ഓ മുൻകരേ നകീറേ, നിങ്ങ ചണ്ടാലും ഇയാളെ ചോദ്യം കേൾക്കണ്ട, ഇത് രണ്ട് ആളാണ്. ഖബറിൽ രക്ഷം വേണ വേണ. ഓരോ ഉമ്മത്രയും ശഫാഅത്ത് ആ ഉമ്മത്ര ഉലമാകാണ് ചെന്നിട്ട് പടിപാട്ടി തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ആലിമീങ്ങ കഷ്ടപ്പെടേ ഓരോ മെമ്പർഷിപ്പ് എടുക്കുകയായി നിങ്ങളെ കൈക്കാല് പിടിക്കടേ. എന്തേ സംഘടനക്ക് ആള് കൂട്ടുക ഒരിക്കലുമല്ല, എന്തേ സംഘടനയുടെ പ്രസ്റ്റീജ് കൂട്ടുക ഒരിക്കലുമല്ല. അങ്ങം രക്ഷപ്പെടലോട് കൂടെ ഈ റായത്തെ രണ്ട് പരിസരത്തിലുള്ള ആൽമാർ രണ്ട് മുഅ്മിനീങ്ങ മുഅ്മിനാത്തും രക്ഷപ്പെടണ ചൊല്ലെ വലിയ ജവാബ്ദാരിയാണത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളെ ഉലമാക്ക് ഹിമ്മത്ത് അല്ലാഹു കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ. ഈ സദസ്സിലെ ഒറ്റരാളും KMJയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കാണ്ടിക്കുക, SSFയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കാണ്ടിക്കുക, SYSയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കാണ്ടിക്കുക. ഇത് രണ്ട് ആഖിറത്തുകളുടെ വിജയത്തെ സരണിയാണ് ചൊല്ല ബോധത്തില്. ആ ചൈനില് നഖം കൂടി കൂടിയുള്ള ചൊല്ല ബോധത്തിലാണ് എടുക്കണേ. അല്ലാഹു കബൂലാകട്ടെ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഒരേ നിഅമത്ത് തന്ന, ആരോഗ്യം തന്ന, ഡ്രസ്സ് തന്ന, അവങ്ങ തന്ന, കാറുങ്ങ തന്ന, നല്ല പാനീയങ്ങ തന്ന, മക്കങ്ങ തന്ന, എന്തെല്ലാം സൗകര്യങ്ങൾ വ്യവസ്ഥകൾ പടച്ച റബ്ബ് തന്ന ഈ തന്ന നിഅമത്തിലെ 1% കൊണ്ടെങ്കിലും തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. 1% നിഅമത്ത് കൊണ്ടെങ്കിലും 24 ഗണ്ടല് ഒരു 5 മിനിറ്റ് എങ്കിലും ഈ സംഘടനക്ക് വേനായി വൈശ്യാണ്ട് കണ്ടെങ്കിൽ, കർച്ചാക്കിയാണ്ട് കണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ ഞങ്ങളെ 1 മിനിറ്റ് ദീനിക്ക് വേനായിട്ടുള്ള ചിന്തയില്ലേ. ഖൈറും മിൻ ഇബാദത്തി 60 സന. 6 വർഷം ഇബാദത്ത് എടുക്കണതിലാണ്ട് ഖൈറ് ചൊന്ന് പടിപാട്ടി തന്നെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താജുൽ ഉലമാ സുബ്ഹാനല്ലാഹ് 6:30 ഗണ്ടക്ക് തുടങ്ങിയ ദർസ് അസർ തോല് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് അസറിൽ പിന്നെ ക്യാൻസർ രോഗികു മറന്നു കൊടുക്കരുത്, തന്നെ ഊതി കൊടുക്കരുത്, കുടുംബത്തെ പ്രശ്നങ്ങൾ രാജിയാക്കി കൊടുക്കരുത്, മഹല്ലുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കരുത്. മഗ്രിബിൽ പിന്നമാ സുബ്ഹാനല്ലാഹ് എത്ര റാത്തീബ് കാണും, എത്ര ദിക്ർ മജ്ലിസ് കാണും, എത്ര സ്വലാത്ത് മജ്ലിസ് കാണും, എത്ര ഉറൂസ് കാണും, എത്ര സമ്മേളനത്ത് കാണും. മഹാൻ നേതൃത്വം വഹിക്കടേ. അത് കഴിഞ്ഞിട്ട് 1 ഗണ്ടക്ക് ആ ഉള്ളാളത്തേക്ക് എത്തുമ്പോ പോണൊന്ന് റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടാണ് മഹാൻ കിടക്കടേ. അതിനിടക്ക് ചൊല്ല വിറുദുൽ ലത്തീഫും ഹിസ്ബുൽ ബഹറും ഹിസ്ബുൻ നസറും എല്ലാ 4 മോദര യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയും സൂറത്തുൽ സജദയും മഹാൻ ഓതലുണ്ടു. അതിനിടക്ക് അതേ 3-4 ഒരു വാര കൂടുമ്പോ ഓരോ ഖത്മ തീർക്കലുണ്ടു. ഇത്രയും മനുഷ്യ ഓ മുഅ്മിനീങ്ങളെ, താജുൽ ഉലമായുടെ കാലത്ത് വേറെ ആരുമില്ലെന്ന്. അതിനിടക്കാണ് മഹാൻ സുബ്ഹാനല്ലാഹ് മനുഷ്യന്മാരെ ആവശ്യത്തിന് വേനായി നടന്നോണ്ടിന്നേ, വേനായി ടൈം കൊടുത്തോണ്ടിന്നേ. കിട്ടിയ നിഅമത്ത് എന്തെല്ലാം ഉണ്ടാത് ആഖിറം ലക്ഷ്യം വെച്ചാർ. അബ്തഗി ഫീമാ ആതാകല്ലാഹ്, നിക്ക് തന്നത് ചെറുതാ വലുതാ നോക്കാട്ടെ. അതുകൊണ്ട് നീ ടാർഗറ്റ് വെക്കരുത് അദ്ദാറൽ ആഖിറ, ആഖിറമായി ടിക്കറ്റ്. പരിശുദ്ധമായ ഖുർആൻ. കിട്ടിയത് ചെറിയതാ വലിയതാ, ആരോഗ്യം ഉണ്ടായില്ലേ, ടൈം ഉണ്ടായില്ലേ, ഞങ്ങൾ കിട്ടിയ ടൈം ആഖിറത്തുക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ മുഅ്മിനീങ്ങളെ. പലക്കം നനിപ്പാട്ടുണ്ട്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാർ റഈസുൽ മുഫസ്സിരീൻ ചെറിയ കിടാവെന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ ഇങ്ങനെ തലക്ക് വെച്ചിട്ട് ദുആർന്ന് കൊടുത്ത കിടാവാണ്. അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ. രണ്ട് ഇബ്നു അബ്ബാസ് നീ ഖുർആൻ പഠിപ്പാട്ടി കൊടുക്കണം അല്ലാഹ്. ആ ദുആത്ത് ഫലം ലോകത്ത് ഏറ്റവും വലിയ മുഫസ്സിരീങ്ങളിൽ റഈസായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വന്നു. നബി തങ്ങളുടെ വഫാത്തിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് വെച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യ മുട്ട വന്ന് തെച്ചിട്ട് ആ മനുഷ്യയുടെ മുഖത്തിൽ വല്ലാത്ത സങ്കടം കണ്ടുകൊണ്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കേട്ടിട്ട് മോനെ മുഖത്തിൽ എന്താ വല്ലാത്തൊരു ടെൻഷനിലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ മുന്നിൽ ആ മനുഷ്യ ചൊല്ലുകു പേടിച്ചിട്ട് ഉസ്താദേ വലിയ ടെൻഷനുണ്ട്, പക്ഷേ ചൊല്ലുകു പേടിയാണ്. നാണ് ഒരു വേള ചെന്നെങ്കിൽ നിങ്ങളെ ഇത്തികാഫ് നഷ്ടപ്പെട്ടു പോവൂ, അതുകൊണ്ട് നാണ് ചൊല്ലുല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഓതിയോണ്ടിരുന്ന ഖുർആൻ നിപ്പാടിയിട്ട് അയാളെ കൈപിടിച്ചിട്ട് കേട്ടിട്ട് മോനെ എന്തിനാണ് നിന്റെ വെപ്രാളം ടെൻഷന്? സുബ്ഹാനല്ലാഹ്. വന്ന മനുഷ്യൻ ചന്തു ഉസ്താദേ നാണ് ഒരാൾക്ക് കടം കൊടുക്കുകയും ആ കടം കൊടുക്കുന്ന ടൈം തീന്ന് പോയിട് ആ മനുഷ്യനുണ്ട് വല്ലാണ്ട് ബ്ലാക്ക് മെയിൽ ആക്കിയോണ്ടുള്ള എന്തെങ്കിലും പരിഹാരം തറന്നു ഉസ്താദൊന്ന് വന്ന് റിക്വസ്റ്റ് ആക്കിയെങ്കിൽ ആ മനുഷ്യ ടൈം ഒന്ന് നീട്ടിത്തറുവാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫിന്റെ കെഞ്ചിനെടുത്ത് ആ മനുഷ്യയുടെ കൈയും പിടിച്ചിട്ട് അവിടെ ഉള്ള അതേ ഖബറുക കൈകാട്ടി ചന്തു സമഅതു മിൻ സാഹിബി ഹാദൽ ഖബർ. ഈ ഖബറിൽ കിടക്കടെ മഹാനില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലതനാണ് കേട്ട ഒരു മനുഷ്യയുടെ ആവശ്യത്തിക്ക് ബേനായി അവന്റെ കൈ പിടിച്ച് നടന്നു കൊടുക്കലില്ലേ. ഈ മസ്ജിദുൻ നബവിയിൽ 10 തിങ്കൾ ഇത്തികാഫ് തെക്കെടുത്തിറാണ്ട് വലിയ മഹത്വമുള്ളതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇബ്നു അബ്ബാസ് ആ മനുഷ്യരെ കൈപിടിച്ച് നടന്നില്ലേ മുഅ്മിനീങ്ങളെ. ഏറ്റവും വലിയ താബിഈയായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ ഒരു മനുഷ്യരുടെ ആവശ്യത്തിക്ക് ബേനായി അവന്റെ കൈപിടിച്ച് നടക്കുന്നതില്ലേ അഹബ്ബു ഇലയ്യ മിനൽ ഫിറഖഅ 1000 റക്അത്ത് നിസ്കരിക്കുന്നത് റാണ്ടി വലിയ മഹത്വം. നാണീ മനുഷ്യയുടെ സങ്കടം തീർത്തു കൊടുക്കുന്നത് കണ്ടേ. നിങ്ങൾ നോക്കൊരു മുഅ്മിനീങ്ങളെ ഒരു മനുഷ്യയുടെ സങ്കടത്തിലും ഒരു മനുഷ്യയുടെ ദുഃഖത്തിലും ഒരു മനുഷ്യയുടെ സന്തോഷപ്പെടുത്തുന്നതിലും ആലിമീങ്ങ കണ്ട നോട്ടങ്ങ നോക്കറു, ആലിമീങ്ങ അഭിപ്രായപ്പെട്ട അഭിപ്രായങ്ങൾ നോക്കറു. ഈ എല്ലാ അഭിപ്രായം ചൊന്തുന്ന നേതാവാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങളെ ഉലമായിട്ട് നടത്തിയോണ്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നല്ല പ്രവർത്തകന്മാരുടെ അവസാനം നാ ചെന്നോണ്ടുള്ളേ പ്രവർത്തിക്കുന്ന ഇടയ്ക്കൊരു ക്ഷീണം വന്ന് പോണ്ട വേണ്ട, ഒരു തളർച്ച വന്ന് പോണ്ട വേണ്ട, ഒരു ബാക്ക്വേർഡായി പോണ്ട വേണ്ട. ലോകത്ത് പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ നേതാവായി ഞങ്ങൾക്ക് വലിയ മാതരിയായി നിൽക്കുന്ന നബിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 23 വർഷത്തില് പ്രായത്തിൽ എത്രയും തീണ്ടു കേട്ടെങ്കിൽ ചിലപ്പോ ചൊല്ലുക 4 കല. എല്ലാ നാളും സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ യാത്രയല്ലേ, എല്ലാ നാളും സ്വഹാബേ നബി തങ്ങളെ ദർസല്ലേ, എല്ലാ നാളും സ്വഹാബത്തിനെ ഭേട്ടിയാവിടതല്ലേ, എല്ലാ നാളും സ്വഹാബത്തിനെ സങ്കടം തീർത്തു കൊടുക്കുന്നതല്ലേ. എന്തുക ചൊല്ലണു സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം 150 വർഷം ഈ ലോകത്തിൽ മനുഷ്യന്മാരെ ദീനക വിളിച്ച് ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറാ ജാവും പോലും വ്യത്യാസമില്ലാണ്ട് ചില ആൽമാർ പിറാന്താണ്ട് വിളിച്ചോണ്ടുള്ളാറ്, ചില ആൽമാർ നൂഹ് നബിയുടെ മാനസിക രോഗിയുണ്ട് വിളിച്ചോണ്ടുള്ളാറ്. എല്ലാര അപഹാസ്യങ്ങളും ഒന്നൊരു ചില ആൽമാർ വന്നടിച്ചോണ്ടുള്ളാറ്. ഐ അടിയുടെ മുന്നൊരു മഹാൻ പതറാണ്ട് 150 വർഷം ദീനിക ബേനായിട്ടാൽ മാറ വിളിച്ചിട്ട് ഞാൻ കേക്കട്ടാ മുഅ്മിനീങ്ങളെ. 150 വർഷം ദീനിക വിളിച്ചപ്പാ നൂഹ് നബി അലൈഹിസ്സലാമുക്ക് കിട്ടിയ മനുഷ്യന്മാരെ തര 80 ആൽമാർ മാത്രമാണ്. ഒരു വർഷത്തുക്ക് ഒരാളെ പോലെ കിട്ടിരെങ്കിലാ 150 ആളാവന്ത് ആ ഫുള്ള് പോലും കിട്ടാണ്ട്, പാതി പോലും കിട്ടാണ്ട്, കാല് പോലും കിട്ടാണ്ട് സുബ്ഹാനല്ലാഹ് വെറും 80 ആൽമാർ മാത്രം കിട്ടിയ നൂഹ് നബി അലൈഹിസ്സലാം ഞങ്ങൾക്ക് മാതരിയാൻ.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഏത് പ്രയാസങ്ങൾ വരുമ്പോ സംഘടന പ്രവർത്തനങ്ങൾ നടക്കുമ്പോ കൂടിയിട്ടല്ലേ നടത്തുറേ, മീറ്റിംഗ് കൂടലുണ്ടല്ലേ. ഈ കൂടൽ ചിലപ്പോ ചില ആൽമാർ ഞങ്ങളെതിരെ മുണ്ടുവാറ് ബേജാറാക്കാനുണ്ട്. എന്തില്ല ഏത് കേക്ക് റെഡിയല്ലേ? എന്തേ കാരണ ലോകത്ത് ഇത്ര മാത്രം ഇസ്ലാമുക്ക് പേനായ അധ്വാനം പന്ന ആൽമാർ ഞങ്ങളാട്ടി മുന്നിലില്ലേ മുഅ്മിനീങ്ങളെ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുടെ ജനാസ കുളി മഹാന്റെ തടില് മുറിവാവാട്ട് ബാക്കിയാവ ഒരു ജാഗവും ഇല്ലെന്തിണ്ടാണ്. സുബ്ഹാനല്ലാഹ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുടെ കുളിപാട്ടുമ്പോ അവിടെയും അയാളെ തടില് മുറിവില്ലാണ്ട് ബാക്കിയാവ ഒരു ജാഗവും ഇല്ലെന്തിണ്ടാണ്. ലോകത്തിൽ മാംസപിണ്ട പോലെ യുദ്ധരണാങ്കണത്തിൽ ബാക്കിയായ മഹാനല്ല അബൂ ദുജാന റളിയല്ലാഹു അൻഹു. നബിതങ്ങളെ മുന്നിൽ പണ്ട് ബാണത്തെ തടയുക പോയിട്ട് സ്വന്തം കണ്ണ് നഷ്ടപ്പെട്ട മഹാനല്ലേ ഖതാദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തുടങ്ങി കണ്ണും കാലും കൈയും മാംസകം എല്ലാം നഷ്ടപ്പെട്ട മഹാന്മാരില്ലേ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എല്ലാ സമ്പത്തും മക്ക മുശ്രിക്കീങ്ങളെ പേരിൽ എഴുതി കൊടുത്തിട്ടല്ലേ മദീനത്തേക്ക് പോയേ. എല്ലാം നഷ്ടപ്പെട്ട നമുക്ക് മാതരിയായി നിൽക്കുമ്പോ പടച്ച റബ്ബുക വേനായിട്ടുള്ള പ്രവർത്തനമാ എങ്കിൽ ആരാക്ഷേപകം കണക്കല്ല, ആരെ അതേ അപഹാസ്യകം കണക്കല്ല, ആരെ തമാശയും കണക്കല്ല, ആരെ ബലവെക്കലും കണക്കല്ല, ഏത് പോസ്റ്റും കണക്കല്ല. അല്ലാഹുബേനായി പ്രവർത്തിക്കിടമാ എങ്കിൽ പടച്ച റബ്ബുബേനായി ഏത് സഹിക്കും ഞങ്ങളെ ഈമാൻ വേണോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ സംഘടനാ പ്രവർത്തിക്കുള്ള ഭാഗ്യമില്ല ചെന്നിട്ട് ബേജാറാക്കാനുണ്ടെന്തില്ല. ഞങ്ങൾ ഔത്തുലില്ല മക്കങ്ങയില്ലേ, ആ മക്കങ്ങ ഈ സംഘടനക്ക് കൂട്ടുകൊള്ള മക്കങ്ങാണ്. ഇത് ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ള സംഘടനയാണ്. നിങ്ങൾക്ക് ദുആ കിട്ടുകൊള്ള സംഘടനയാണ്. ദുനിയാവും ആഖിറം രക്ഷപ്പെടുകൊള്ള സംഘടനയാണ്. ഈ സംഘടനക്ക് വന്ന് ചേർന്ന എത്ര ബാലക്കാർമാരാണ് അൽഹംദുലില്ലാഹ് 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക തുടങ്ങിയേ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ പേരിലുള്ള സ്വലാത്ത് 5000 ചൊല്ല ബാലക്കാർമാർ SSF-ലില്ലേ, KCF-ലില്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു നാൾ 10,000 സ്വലാത്ത് ചൊല്ല ബാലക്കാർമാരില്ലേ. അങ്ങനെ ചൊന്നു നബി തങ്ങളെ മുഹിബ്ബീങ്ങായി തീർന്ന് നബി തങ്ങളെ വല്ലാത്ത ഹിനാബ് കാണ്ട ബാലക്കാർമാരില്ലേ. മുഅ്മിനീങ്ങളെ SSF വന്ന ഫലമാണത്. ഓ മുഅ്മിനീങ്ങളെ, ഓ എൻ്റെ ഉമ്മമാരെ, ഞങ്ങളെ മക്കങ്ങ നല്ല സഹവാസ കിട്ടുള്ള പ്രയത്നം ഞങ്ങളെ ഭാഗത്തിൽ വേണം. ഏതേത് സഹവാസമായി പോയി തീണ്ട് കണ്ടെങ്കിൽ നാളെ മക്കങ്ങ ഗാഞ്ചത്താൽമാരായി പോകുമ്പോ, നാളെ മക്കങ്ങ സിഗരറ്റ് ആൽമാരായി പോകുമ്പോ, അന്യ പെണ്ണിടെ ആൽമാരായി പോകുമ്പോ കൈക്കടിക്കട ബദലുക നല്ലൊരു സഹവാസത്തെ ആൽമാരെ കൂട്ടത്തിൽ ആ മക്കളെ പെടുത്തണു. അയക്കുള്ള പ്രോത്സാഹനം നടത്തണു, അയക്കുള്ള വാർണിംഗ് മക്കോ കൊടുക്കണു. നിങ്ങളുടെ ഭാഗത്ത് ഈ സദസ്സ് ഒരു ബക്കറ്റ് വന്നുകൊണ്ടുണ്ടു. നിങ്ങളുടെ ഭാഗത്ത് വലിയ സഹകാരം വേണം ഉമ്മമാരെ. നല്ലൊരു ചെലവ് ഈ പ്രോഗ്രാം കൊണ്ടും അല്ലാഹു തആല ഞങ്ങളെല്ലാ പ്രോഗ്രാമുകളും വിജയിപ്പിച്ച് തരട്ടെ. ഈ സഹായിക്കുന്ന ആൽമാ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സഹായിക്കട്ടെ. പടച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ പെങ്ങമാർ, ഞങ്ങളെയും ഞങ്ങളെല്ലാം നിന്റെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ പെടുത്തണം അല്ലാഹ്. ഓ നിന്റെ പ്രവർത്തകന്മാരെ, അവസാനമായി എനക്ക് ചൊല്ലുള്ളത് ഞങ്ങളെ ഭാഗത്തിൽ വല്ലാത്ത താഴ്ചപ്പാട് ഞങ്ങൾക്ക് വേണു. ഏത് മനുഷ്യരുടെയും കമന്റ് അടിക്കുക തീറ, ഏത് മനുഷ്യരുടെയും ദൂര മനുഷ്യന്മാരാവുക തീറ. ഒരു മനുഷ്യരുടെ കമന്റ് അടിക്കുമ്പോ ദൂറാക്കുമ്പോ അതെ അവിടെ ഓട്ടോമാറ്റിക്കായി പടച്ചറപ്പ് ഞങ്ങളെ ദൂറാക്കി പോണ്ട. അല്ലാഹു തആല ഞങ്ങളെ ബൽച്ചറ. നിങ്ങൾ നോക്കുറി, ലോകത്ത് 30 വർഷം ബാങ്ക് കൊടുത്ത ആളില്ലേ, 40 വർഷം ബാങ്ക് കൊടുത്ത ആളില്ലേ. സുബ്ഹാനല്ലാഹ്. അവസാന ടൈമിൽ ആ 2 മുക്രിക്കമാരെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കുമ്പോ 2 മുക്രിക്കമാരും ചൊന്നില്ലേ, തറക്തു ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ ഞങ്ങൾ വൈവാക്കിടാ, ഞങ്ങൾ യഹൂദി മതം സ്വീകരിച്ചിറാ. മരിക്കുമ്പോ ഈമാനില്ലാണ്ട് മരണപ്പെട്ടു പോയ 2 മുഅദ്ദിനീങ്ങളെ ചരിത്രം സുബ്ഹാനല്ലാഹ് കിതാബുൽ കാണ്ട് അങ്ങളെ യലൗന് വന്നിട്ട് സുബ്ഹാനല്ലാഹ് കഅബത്തെ കില്ലം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ദുആ തരംഗമുണ്ട്. അല്ലാഹ് ലാ തമൂതൻ, അതേ പടച്ച റബ്ബേ, നന്റെ നീന് മുസ്ലിമായിട്ടല്ലാണ്ട് മരിപ്പിക്കണ്ട അല്ലാഹ്.
സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കേട്ടുപോയിത്ത് മോനെ എത്ര ദിക്റാണ് നീ കൂടെ ചൊല്ലകുള്ളേ, എന്ത് ഇത് മാത്രം നീ ദ്വാർന്നിട്ടുള്ളേ, മുസ്ലിമായിട്ട് മരിപ്പിക്കണമല്ല, മുസ്ലിമായിട്ട് മരിപ്പിക്കണമല്ല. ആ യലവനായ മനുഷ്യൻ കാരണം ചെന്ത് ഉസ്താദേ, എൻ്റെ 2 മൂത്തകമാർ, ഒരാൾ 40 വർഷം ബാങ്ക് കൊടുത്ത ആളാണ് പള്ളിയിൽ. 40 വർഷം ബാങ്ക് കൊടുത്താലും ആലോചന ആക്കണം. 40 വർഷം പള്ളിയിൽ ഇത്തികാഫ് വെച്ച ആളാണ് അയാൾ. 40 വർഷം പള്ളിയിൽ ഖുർആൻ ഓതിയ ആളാണ് അയാൾ. 40 വർഷം 5 വക്ത നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച ആളാണ് അയാൾ. അതിനൊട്ടിಗೆ 40 വർഷം എല്ലാവരെയും ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരത്തേക്ക് വിളിച്ചോണ്ടിരുന്ന ആളാണ്. പക്ഷേ മരിക്കുമ്പോ ഈമാൻ കിട്ടാണ്ട് മരിച്ചു പോയി. അല്ലാഹു കാക്കട്ടെ. എന്തേ കാരണം? ഒരേ ഒരു കാരണം, സില്ലി കാരണമാണ്. എൻ്റെ പ്രവർത്തകന്മാരെ ശ്രദ്ധിക്കണോ, സില്ലി കാരണമാണ്. ആ എലോണ് ചൊല്ലൊരു കാരണമുണ്ടോ, ആ 2 ആൽമാർക്ക് ഒരു ചെറിയൊരു സ്വഭാവം എന്ത്, എല്ലാ നാളും അന്യ പെണ്ണിടെ കണ്ടിട്ട് റസിക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹു കാക്കട്ടെ. ചെറിയ നെഗ്ലക്റ്റ് ആയിട്ടുള്ളൊരു ദോഷമാണ് മുഅ്മിനീങ്ങളെ. പക്ഷെ ഈമാന് പോലും നഷ്ടപ്പെടുക കാരണമായി പോയിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാരെ കുറേ പ്രവർത്തനങ്ങൾ നടത്തുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചെറിയ തപ്പങ്ങ ഉണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ഇന്നമാ തഖബ്ബറുല്ലാഹു മിനൽ മുത്തഖീൻ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ അന്തരാളത്തിൽ പടച്ചറപ്പുട ബഗ്ഗിയുള്ളൊരു പേടിയുണ്ടല്ലേ, അതെപ്പോഴും കത്തിനിക്കണം മുഅ്മിനീങ്ങളെ. പൊലിഞ്ഞു പോകൂ തീറാ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് ചെറിയ ചെറിയ ദോഷങ്ങളെ കൊണ്ട് വർഷത്തോളം പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ തന്നിലായി പോയിട്ട് ബെന്നൂറായി പോയിട്ട് അല്ലാഹു കാക്കട്ട്. ഓ മുഅ്മിനീങ്ങളെ, ആരെയും ചെറുതായി കാണുകില്ല. ബിശ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് കള്ളുകുടിയനായി നടന്ന മനുഷ്യനാണ്. പക്ഷേ ഖുർആന്റെ ഒരു കടലാസ് നിലത്തിൽ പോകുന്നത് കണ്ടപ്പ വല്ലാണ്ട് ആദരിച്ച് അതിനെ ക്ലീനാക്കി വെച്ച കാരണം കൊണ്ട് മഹാൻ വലിയ സ്ഥാനത്ത് എത്തിപ്പോയില്ലേ മുഅ്മിനീങ്ങളെ. ഒരു റായത്തിൽ വിചാരിയായി നടന്ന പെണ്ണ് നടന്നോണ്ട് പോകുമ്പോ അതേ ദാഹത്തിൽ പടക്കിടൊരു നായി ആ പെണ്ണ് കണ്ടെത്തി കാലുകിട്ട ഷൂ കൊണ്ടിട്ട് കെന്തുക മുക്കിട്ടതേ തന്നെയെടുത്തിട്ട് ആ നായുടെ ദാഹം തീർത്തു കൊടുത്തു. ചെറിയ അമല് കൊണ്ട് ആ വ്യഭിചാരിയായ പെണ്ണ് നല്ല ആയിട്ട് ഈമാനോട് കൂടെ മരിച്ചു പോയില്ലേ. അതേ ടൈം ഒരു തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന ഒരു പെണ്ണ് സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ പൂച്ചക്ക് ആഹാരവും തന്നെയും കൊടുക്കാണ്ട് ഒരു റൂമിൽ ബന്ധാക്കിയ കാരണം കൊണ്ട് ആ ഉമ്മയുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ട് ആരെയും ചെറുതായി കാണുള്ളതല്ല ഈ ദീൻ, ആരെയും വലുതായി കാണുള്ളതല്ല ഈ ദീൻ. എല്ലാവർക്കും ഔണ്ട ಬಗ್ಗೆ ചെറിയ ഭാവന വേണം, ഇനൊത്ര ಬಗ್ಗೆ നല്ല ഭാവന വേണം. എന്തായാലും നണ്ടാട്ടി നല്ല ഒന്ന് ചൊല്ല ബോധം എപ്പോഴും വേണം. ആ ബോധമാണ് കഴിഞ്ഞ കാലത്ത് മഹാന്മാർ പടിപാടി തന്നെ. ലോകത്ത് കഴിഞ്ഞു പോയ ഈമാനിൽ ഏറ്റവും നമ്പർ 1 എന്നറിയപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പാ സുബ്ഹാനല്ലാഹ് സുബഹിക്ക് മഹാൻ ഖലീഫയായി തിരഞ്ഞെടുത്ത പിത്യാണ്ട് സുബഹിക്ക് തെരുളിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഔത്തുരുള്ളൊരു പെണ്ണ് ചൊന്നുപോയിട്ട് അതേ അബൂബക്കർ സിദ്ദീഖ് അധികാരം കിട്ടിപ്പോയില്ലേ. ഇനി ഔത്തുര ആഡ്ര പാല് കറക്കൊക്കെ സിദ്ദീഖുൽ അക്ബർ കിട്ടലല്ലേ. സുബ്ഹാനല്ലാഹ് ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ ബലാലഹലിബന്നഹാലക്കും ഇണ്ടും ആഡ്ര പാല് കറന്തണ്ടവനു നാനാണ് വഇന്നീ ലഅർജു അല്ലാ യുഗയ്യിറനി മാ ദഖൽതു ഫീഹി. നക്ക് കിട്ടിയ സ്ഥാനങ്ങളില്ലേ മാനങ്ങളില്ലേ ഇത് നാണാക്കിയോണ്ടിന്ന പോലത്തെ സ്വരമില്ലേ അത് നഷ്ടപ്പെടാണ്ടിക്കുകയാണ് നാൻ ആഗ്രഹിക്കടേ. ഓ മുഅ്മിനീങ്ങളെ, ആ മഹാനാണ് ചൊല്ലേ സുബ്ഹാനല്ലാഹ് വദിത്തു അന്നീ ശഅറത്തുൻ ഫീ ജംബി അബ്ദിൻ മുഅ്മിനീ. ഒരു മുഅ്മിനായ അടിമയുടെ തടിലുള്ള റോമായിട്ടിന്നെങ്കിലാ ആ മുഅ്മിൻ സ്വർഗത്ത് കടക്കുമ്പോ നക്കും കടക്കാൻ തല്ലേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് ഇത് ചെന്നോണ്ടുള്ള മുഅ്മിനീങ്ങളെ. അപ്പുറത്തുണ്ട് ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മഹാൻ പലപ്പോഴും ചൊല്ലലുണ്ട് മരണത്തെ പേടിച്ചിട്ട് നാണെന്ന അബൂബക്കർ സിദ്ദീഖിന്റെ നെഞ്ഞിലുള്ള മുടിയായിട്ടിന്നെങ്കിലാ ദഖൽതുൽ ജന്ന,
അബൂബക്കറിന് സിദ്ദീഖ് സ്വർഗത്തുക്ക് പോകുമ്പോ ആ മഹാന്റെ കൂടെ നക്കും സ്വർഗത്തുക്ക് പോവാൻ തല്ലേ അശറത്തുൽ മുബശ്ശരീൻ ചെന്ന് പേര് കേട്ട മഹാന്മാർ, സ്വർഗം കൊണ്ട് സ്വാർത്ഥ കിട്ടിയ മഹാന്മാർ വല്ലാത്ത താഴ്ചപ്പാട് കാട്ടിപ്പോയാർ അങ്ങളപക്ക എവിടെയും മേൽമങ്ങ ചൊന്നില്ല, എവിടെയും അഹങ്കാര കാട്ടില്ല. ഈ ലോകത്ത് മരിക്കിടത്തോലു താൽമര് ജീവിച്ചു പോയാർ ഒരമലും ഇല്ലാത്ത നമുക്ക് എവിടെയാണ് അഹങ്കരിക്കുകൊള്ള മുഅ്മിനീങ്ങളെ? ചെറിയ